ജോണിയ പാപ്പ പെട്ടെന്ന് കേറ്, ലേറ്റ് ആവില്ല. എന്തിന് ഡിലേ ജോണിയ പാപ്പ കേറ്. എന്റെ ഞാൻ 1.5 മണിക്കൂറായിട്ട് ഇയാളുടെ കോളും കേട്ട് ഞാൻ റോഡ് സൈഡിൽ നിൽക്കുവായിരുന്നു. നമ്മളൊരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ ഡിലേ ആക്കില്ലേ ജോണിയ പാപ്പ? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണം? ഇവിടെ കല്യാണം കഴിക്കാത്ത ചന്ദ്രന്റെ ഭാര്യയെ ആരോ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറകിലായി പോയി. ഇന്ന് മൊത്തം പ്രശ്നമാണല്ലോ. ഇന്ന് മറ്റേ ട്രീസേയും ആരാണ്ടൊക്കെ എന്തോ പറഞ്ഞു. ഇത് സെയിം വിഷയമാണ്. എന്താ പറയട്ടെ ജോണിയ പാപ്പ, എന്തോ ഈ ട്രീസെ വെടിവെച്ചതില് രണ്ടുണ്ട ട്രീസയുടെ കൈ കൂടെ കേറി പുറകെ നിന്ന് അലീനയുടെ ദേഹത്തും കേറി. അല്ല, അവനല്ലാതെ തല്ലി. സ്ത്രീകൾക്കെതിരെ ഭയങ്കര. അതെ, സ്ത്രീകൾക്കെതിരെ ഗുണ്ടായിസം. ഞങ്ങൾ അവരെ ഇന്നത്തോടെ അവന്മാരെ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ പോവാ. നിങ്ങൾ സുപ്രിയമ്മ ഉള്ള ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ അന്ന് പെണ്ണായിട്ട് സുപ്രിയമ്മ മാത്രമേ ഉള്ളായിരുന്നു. പ്രായമായോണ്ടാണ് നമ്മളൊന്നും ചെയ്യാൻ. സത്യം, അവരായിരുന്നു ചെയ്തോണ്ടിരുന്നത്. പുള്ളിക്കാരിയായിരുന്നു ഗുണ്ടായിസം മെയിൻ. കാലമാപ്തിയായിരുന്നു. ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. സത്യം എപ്പോഴും പറയുമായിരുന്നു. എന്നെ പറ്റി ജോക്കിയെ പറ്റി എപ്പോഴും സംസാരിക്കായിരുന്നു പുള്ളിക്കാരി. ഞാനാണെങ്കിൽ സിറ്റിയിൽ വരാത്ത ദിവസം പോലും പുള്ളിക്കാരി എന്നെ പറ്റി പറയാറുണ്ട്. പുള്ളിക്കാരിയെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ പുള്ളിക്കാരി കുറച്ച് അധികം സംസാരിക്കുമായിരുന്നു. നമ്മള് പിന്നെ സത്യം സ്റ്റാൻഡേർഡ് കളയല്ലോ. ഞാനൊക്കെ പുള്ളിക്കാരുടെ ഫേവറേറ്റ് ആയിരുന്നു. നല്ലൊരു അമ്മായിയായിരുന്നു. അമ്മായി ഇപ്പഴെങ്ങനെ വരുമോ? ഇല്ല, അത് അപ്പം പോയതിന്റെ ഡിപ്രഷനിൽ ഇപ്പം മേളോട്ട് പോയെന്ന്. മറ്റേ ചൂണ്ടയാണ്ട് ഇടുവാന്ന് തോന്നുന്നു. ഇല്ല കേക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ എന്താ ലേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പ ജൂനിയർ പപ്പ അതുപോലെ ജോക്കി രണ്ടുപേരെടുത്തും നമ്മള് ലേറ്റ് ആയത് എന്താന്ന് പറഞ്ഞാൽ ഈ പാലം ഇല്ലേ ഫ്രണ്ടിലത്തെ ഡാം തുറന്നു വിട്ട് ഈ പാലത്തിൽ വെള്ളമായി നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വരുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ ജോക്കി. നമ്മുടെ 9:45 വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു 11 മണിക്ക് ശേഷം പുള്ളി തിരക്കായിരിക്കും. ഇപ്പൊ 11 മണിയായി. തിരക്കായ ഞാൻ അങ്ങനെ തള്ളിയിട്ട് കൊല്ലുമല്ലോ. 3 ദിവസമായി. അല്ല, യാസ്മിൻ വന്നോ? വിളിച്ചായിരുന്നോ ജോക്കി? യാസ്മിൻ മിസ് കോൾ കിടപ്പുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചു. അല്ല ജോക്കി, ഞാൻ ഒരു ഒറ്റ ഡൗട്ട് കൂടെ ചോദിച്ചിട്ട് കയറാവേ. ഞാൻ മുമ്പേ ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, പൈസ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ജോണിയ പാപ്പൻ അവിടെ പറയും നമ്മൾ KV ആണ്, കൺസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇതാകാൻ താല്പര്യമില്ലെന്ന് പറയും. അപ്പൊ ജോക്കി എന്തോ ബോൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ, ഞാൻ സംസാരിച്ച് ഡീലാക്കി ആള് 10,000 കോടി മാസം 100-500 വെച്ചിട്ട് തരിപ്പിച്ചില്ല. ഞാൻ ചോദിക്കുന്നത് കേക്ക്. അന്നേരം ഇപ്പൊ ജോക്കി ആ ബോൾ എടുത്ത് അടിച്ച് എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ബോൾ എടുത്ത് അടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഈ സാധനം പറയത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും ബോൾ എടുത്ത് അടിച്ചെന്ന് വിചാരിച്ചു. വിചാരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് ചാടിയിട്ട് പറയുക, സിറ്റിയിലും ബാക്കി 30 ഗാങ്സ് ഉണ്ട്, നിന്റെ ഒന്നും ഒരു ഗുണ്ടാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ നാട്ടി വിട്ട എന്ത് ചെയ്യും? അതൊരു പോയിന്റ് ആണ് ജോക്കി. അതൊരു പോയിന്റ് ആണ്. അയാളുടെ നാക്കി സംസാരിക്കാനല്ലേ ഞങ്ങൾ പോന്നേ. പോസിബിലിറ്റി എടുത്ത് തിങ്ക് ചെയ്യണം. കാരണം നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ കൺസൈൻമെന്റ് അടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ആലോചിക്കാൻ നിങ്ങൾ അത്രയും കയറി ചൂടാവണ്ടാന്നേ. അതിന് മുന്നേ ഞങ്ങൾ കാര്യം പറയട്ടെ. ഈ 10,000 മാറ്റിയിട്ട് ഈ ആക്രാന്തം കുറച്ച് 3,000 ആക്കാൻ പറ്റൂ? അത് മതി കേട്ടോ ജോക്കി. എനിക്ക് അത് പറ്റില്ല ജോക്കി. എനിക്ക് 10,000 വേണം. അത് കുറച്ചൊന്ന് 3,000 ആക്കടാ നീ തൽക്കാലത്തേക്ക്. അത് പെരിയ അമൗണ്ട് ചെയ്താൽ ബെറ്റർ ആണ് ജോക്കി. ഈ 10,000 ഒന്നും അല്ല ഇവർക്ക്. അമാർക്ക് 1 lakh per month കിട്ടും ജോക്കി. സത്യം. പുള്ളി ഇല്ല. ഡാമിന്റെ വണ്ടിക്ക് പുള്ളി ഇല്ല. ഓ, ഇവിടെയാണ് മീറ്റിംഗ്. നമുക്ക് പണ്ട് തൊട്ടേ ഡാമിനോട് ഇഷ്ടമാണ്. അയാള് വെറുതെ വെയിറ്റ് ആക്കി ഞാൻ 100 വട്ടം പറഞ്ഞു. ഹലോ കേക്ക്. എവിടെയാണ്? ഞാൻ ഡാമില് ഞങ്ങളെത്തി. എന്റെ വെള്ളത്തിൽ വീണിട്ട് എന്റെ തൊണ്ടയെല്ലാം പോയി. വെള്ളമൊക്കെ പറ്റി. ആണല്ലേ? ഞാൻ എവിടെയുണ്ട്? ഞാനിപ്പോ ഡാമിന്റെ അടുത്തുണ്ട്. ഡാമിന് നടുക്കുണ്ട്. ഡാമിന്റെ നടുക്ക് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടോ? തടി ബ്രിഡ്ജ്. ഞങ്ങളെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇവിടെ താഴോട്ട്. താഴെ ഞങ്ങൾ മുകളില് ഡാമിന്റെ ഞാൻ കറക്റ്റ് ഡാമിന് നടുക്കുണ്ട്. ഈ 7530 ഡാമല്ലേ? 7350. അതെ. ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ മേളില്. 7352 7352. ഓ, ഞങ്ങൾ ഈ ഡാമിന്റെ ഇപ്പുറത്തെ സൈഡിലാ. ഞാൻ അവിടെ നിന്നിട്ടേ അവസാനം വേജ് മുളച്ചടേ. അപ്പൊ ഇങ്ങോട്ട് മാറുന്ന. ഓ, അപ്പൊ 7350 വരണോ? ഇങ്ങോട്ട് പോയി. അതെവിടെയാ?
ഇപ്പുറത്ത് ഫ്രണ്ടില് ജോക്കി ഇങ്ങോട്ട് വാ. ജോക്കി ഇവിടെ അല്ല, അപ്പുറത്ത് ഈ ഡാമിന്റെ അപ്പുറത്തെ സൈഡല്ല പുള്ളി. പുള്ളി അപ്പുറത്ത് പോയി നടന്ന് അപ്പുറത്ത് പോയി. അപ്പൊ കേറ്. ചന്ദ്രനൊന്ന് പൊക്കോടാ. തമ്മിൽ മോഹം പാടു നാട്ടു ഇയാൾക്ക് എപ്പോഴും എവിടെയും പോയിട്ട് വണ്ടി ഒറ്റപ്പെട്ട് എഴുതിട്ട് അല്ല അത് ഒറ്റക്കല്ലേ ഉള്ളൂ. ഈ സൈഡിലൂടെ വെള്ളം വന്നില്ലല്ലേ? നമ്മുടെ ചെറുക്കനെ അല്ല, അത് ഭയങ്കര വെള്ളമായിരുന്നു, ഭയങ്കര വെള്ളമായിരുന്നു. ഇവിടുന്ന് ഒലിച്ചു പോയ വെള്ളേ അങ്ങ് കാലി ചെയ്ത ഡാമ പറ്റിപ്പോയതാ. ഓ ചിലപ്പോ ഡാം പൊട്ടിപ്പോയിട്ട് പുതിയതാണോ? അതെ പുതിയതാ. ഇന്ന് ആട്ട് മേടിച്ചു തരാനാണ് നമുക്ക്. ഇത് കണ്ടോണം, ഇത് കണ്ടോണം. ഇത് ആട്ടാർപ്പിയാണ്. ആട്ടാർപ്പി. ആ കേക്ക് എനിക്ക് അല്ല ഇത് ആദ്യം സംസാരിക്കും. സംസാരിച്ചു മറ്റേ സമൂസയുടെ കാര്യം സംസാരിക്കാം. ഓക്കെ, അപ്പൊ കേജിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കേജ് മറ്റേ നമ്മുടെ ഒരു മിഷനറി എടുക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ 13,000 കോടി വാങ്ങിച്ചായിരുന്നു. 3,500 കോടി നമ്മുടെ കണക്കുണ്ടായിരുന്നു. 3,500 കോടി. ആ 3,500 കോടി. അപ്പൊ ഈ 3,500 കോടിയുടെ സാമാനം എല്ലാം വാങ്ങിച്ച് മറ്റേ മിഷണറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയെ കെട്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തെങ്ങും മുളയ്ക്കാത്ത ഒരു തരം പ്രത്യേക അണ്ടിയുടെ വിത്ത് അയാളുടെ ഉണ്ടെന്ന്. അണ്ടിത്തൈ കേക്കേ. അണ്ടിത്തൈ തരാന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രീഡ് അണ്ടിത്തൈയാണ്. എന്നിട്ട് നമ്മളെ നാട് തോറും ഈ കേജ് കല്യാണം കഴിഞ്ഞ് പോയല്ലോ, നമുക്ക് അണ്ടിത്തൈയും കിട്ടിയില്ല, ഒരു അണ്ടിയും കിട്ടിയില്ല. എന്നിട്ട് കേജ് പോയി കഴിഞ്ഞതിന് ശേഷം കേജയുടെ കൂട്ടാളികൾ എന്നിട്ട് കുറെ അധികം അണ്ടികൾ നമ്മൾ പല സിറ്റികളുടെ പല ഭാഗത്തായി നമ്മൾ മുളപ്പിച്ചു നോക്കി. അണ്ടിയും വന്നില്ല, പരിപ്പും വന്നില്ല. ഓക്കെ, അപ്പം മോശമായി പോയി. നമ്മുടെ 3,500 കോടി അവിടെ പോയോ? എന്റെ ഫോൺ എടുത്തു തരും. പോയി. നമ്മുടെ ബിസിനസ് നടത്തി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് മിസ്റ്റർ എക്സിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സഞ്ചാര സഹചാരിയുടെ നമ്മൾ കൊണ്ട് കൊടുത്തത്. എന്താല്ലേ കേക്ക് നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്ക് കേക്ക് ഒരു വിഷമം തോന്നുന്നില്ലേ? ഇപ്പൊ വരണ്ട കേട്ടോ, ജസ്റ്റ് ഇപ്പൊ വരണം പറയുമ്പോ മതി. തോക്കൊല്ലോ വന്നോ വെടിവെക്കാൻ? അല്ല, അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെക്കാം. കേക്ക് ഇതിന് നോ പറയരുത്. പ്രപ്പോസൽ എന്താന്ന് പറയാൻ കേക്കട്ടെ. കേക്ക് നമുക്ക് ആ 3,500 കോടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലെ കുറെ അധികം കാര്യങ്ങൾ നടന്നേനെ. കേക്ക് എടുപിടിയെന്നും പറഞ്ഞ് 3,000 കോടി തരണോന്നല്ല. നമ്മുടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താന്ന് വെച്ചാല് കേക്ക് നിങ്ങൾ പറഞ്ഞ ഉറപ്പിലാണ്, അതായത് കേജ് പറഞ്ഞ ഉറപ്പിലാണ് നമ്മൾ ഈ 3,000 കോടിയുടെ മെഷീനറി മേടിച്ച് വെച്ചിരിക്കുന്നത്. ഈ മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്തതാ. ഇതിപ്പോ പുറത്തെ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇത്രയും നാളത്തെ ഒരു ജോലി ശൈലി വെച്ചിട്ടാണ് നമ്മൾ അത് കസ്റ്റം ബിൽഡ് ചെയ്ത് ചൈനയിൽ നിന്ന്. ഇത് വേറൊരാൾക്ക് കൊടുത്താൽ അവർക്കത് കഷ്ടമാവത്തേ ഉള്ളൂ, നമുക്കാണത് കഷ്ടം. മനസ്സിലായേ? അവർക്ക് കഷ്ടം. അപ്പൊ അത് അങ്ങനെ ആരും മേടിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആർക്കും നമ്മുടേതായിട്ടുള്ള ഒരു കൺവീനിയൻസിൽ നമ്മൾ ബിൽഡ് ചെയ്തതാണത്. അതുകൊണ്ട് ഇത് വിറ്റാലും ഒന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ വിറ്റിട്ടായാലെങ്കിലും ആ സാധനം എടുത്തേനെ. പക്ഷെ ഇപ്പം ഈ 3,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനും വന്ന് ഈ മെഷീൻ വെക്കാൻ നമുക്ക് ഇനിയൊരു ഈ പറയണത് പോലെ ഒരു നല്ലൊരു വെയർ ഹൗസും നല്ലൊരു ബിൽഡിങ്ങും എല്ലാം വേണം. അപ്പം നമുക്ക് എന്തായാലും 3,000 കോടി ഞങ്ങളുടെ കയ്യിൽ പോയി. ബാക്കി കൂടെ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു 10,000 ആയിരുന്നു പറഞ്ഞത്, കുഴപ്പമില്ല. എന്നാലും ഒരു 3,000 കോടി കിട്ടിയാൽ നമുക്ക് ബാക്കി ബിൽഡിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാമൻ നിങ്ങളോടൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിലാണ് കേക്ക്. ഇനിയുള്ള പ്ലാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബോള് പോയേ, വിശ്വാസത്തിലാണ് ബിസിനസ് ഒക്കെ. ഒരു ബോള് പോയേ, ഒരു ബോള് പോയേ. ബോൾ പോയി. ഇവിടെ ഇവിടെ അതെ വരും ആ, അതെ. ജോണി അപ്പൊ കാര്യങ്ങളൊന്നും സംസാരിക്കണേ. അതെ നമുക്ക് ഈ ജോക്കി costume ഒക്കെ വരട്ടെ. മാറിക്കത് കാണുമ്പോ എന്തോ ഒരു മാറിയില്ല. ഇങ്ങെടുക്കാം. അത് കാണുമ്പോ കണ്ണിൽ കുത്തും നീല. ആ. അപ്പോ എന്താ അറിയോ, നമുക്ക് ഞാൻ സംസാരിക്കട്ടെ. ശ്ശെ. സംസാരിച്ചോ. പറഞ്ഞു ആ, അപ്പൊ നമുക്ക് പണി ചെയ്യാം. എന്തായാലും ഇപ്പൊ മിസ്റ്റർ വാസു പറഞ്ഞാൽ അത് വേറാർക്കും കൊടുത്ത് നടത്താൻ പറ്റില്ലല്ലോ. അതെ 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 അതെ. അതൊന്നും നമുക്ക് മൂന്നാൾക്കൊക്കെ നടത്താം. എന്ത് പറയുന്നു? ഞാനും ജോക്കിയും ജോണിയാനും കൂടെ നടത്തേക്കാം. അല്ല ഞാനല്ലല്ലോ ഇതിന്റെ, ഞാൻ ഈ ഇവിടുത്തെ ഓരോ അല്ല, അത് സംസാരിക്കാൻ സ്കാമൊക്കെ വന്നതായിരിക്കും കേട്ടിട്ട് നമുക്ക്. വന്നതാണ്. ശരിക്കും പറഞ്ഞ കേജിനെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് കാശും കട്ടുകൊണ്ട് മറ്റേ പിള്ളേരുടെ കൂടെ ഒളിച്ചോടുന്നത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ മറ്റേ വിശ്വാസത്തിലാണ് ഇതിലൊക്കെ സംസാരിക്കാൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് കേക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഈ മിസ്റ്റർ എക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞ കേക്ക്, ഞാൻ കേജിന്റെ അടുത്തുള്ള അടുപ്പൊന്നും ഞാൻ ഇതുവരെ കേക്ക് എടുത്ത് കാണിച്ചില്ല. കേജ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളിങ്ങനെ തോളത്ത് കയറ്റ് അളിയ ഒഴിച്ച് എന്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് പുള്ളിയുടെ വായിന്ന് കേൾക്കുന്ന ഇതാണ്, ഒഴിച്ചേ വാസു അളിയ. ഇങ്ങനെ പറഞ്ഞ് പുള്ളി വീണ് പുള്ളിയെ അവിടെ ഒരു പെഗും കൊടുത്ത് ഞാൻ അവിടെ കിടത്തി കൊണ്ടുപോയിട്ടാണ് ലാസ്റ്റ് പുള്ളിയെ ഞാൻ കാണുന്നത് അവിടെ ബാറിൽ വെച്ച്. ഞങ്ങൾ അത്രയും ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാരാ. പിന്നെ ഭയങ്കര അത്രയും ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാരാ. പോയിട്ട് ഇവർക്ക് മാത്രം പാർട്ടി എന്തൊക്കെയായിരുന്നു ഞങ്ങൾക്ക് സെപ്പറേറ്റ് പാർട്ടി, ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളി. ഞങ്ങൾ അത്രയും കിടിലും കൂട്ടുകാരായിരുന്നു. നമ്മൾ ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും വലിയ എമൗണ്ട് എടുത്ത് വെച്ച് വീശിയത്. പക്ഷെ എന്തായാലും കാര്യം പറയട്ടെ, എന്തായാലും പുള്ളി കാശുണ്ടായി. നമ്മളാണ് മിഷനറി മേടിക്കുകയും ചെയ്തു. മേടിച്ചത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ കൂടെ കട്ടയ്ക്ക് കൂടെ നോക്കാം. ഓക്കെ, അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ള ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു 5,000, ഒരു 3,000 to 5,000 CR കിട്ടിയാലും മതി. ഇല്ല, ഇപ്പൊ നിങ്ങൾ എന്തായാലും 3,000 മുടക്കി മിഷനറി മേടിച്ചു. മേടിച്ചു. ബാക്കി 5,000 മുടക്കി ഞങ്ങൾ ബിൽഡിംഗ് പണിയാം. എന്താ പറയുന്നു? ഒരു പാർട്ണർഷിപ്പ്. ഓക്കെ, സ്ഥലമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് കണ്ടുവച്ചോ. എല്ലാ സ്ഥലവും ബിൽഡിംഗ് എല്ലാം കോൺട്രാക്ടർ എല്ലാം റെഡിയാണ്. പൈസ മാത്രം കൊടുത്താൽ മതി. അത് നമുക്ക് അടുത്ത മീറ്റിംഗ് ഇല്ലാണ്ട് പൈസ കൊടുത്ത് സെറ്റാക്കാം. ആണോ? എന്താ പറയുന്നു? അപ്പൊ കോൺട്രാക്ടറിൽ ഡയറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണോ? നമുക്ക് 10%, 5% പണി കഴിയുമ്പോൾ ബാക്കി 2%. ഓക്കെ റെഡിയാണ്. അതുപോലെ ആ കണക്കൊക്കെ ഒന്നേ മറ്റേ രേഖപ്പെടുത്തി ഒരു ഇതിലാക്കി കൂടെ തരണേ. വിശ്വാസക്കേടും കൊണ്ടൊന്നും അല്ല കേക്ക്. അത് നമുക്ക് നമ്മുടെ തമ്മിൽ എത്ര നാളെ പമ്പ് ബിസിനസ് തുടങ്ങിയിട്ട് എന്തെങ്കിലും മാമ കേക്ക് നല്ലപോലെ അറിയാം. കേജിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കേക്ക് വിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടൊന്നും അല്ല കേക്ക്. നമ്മളൊരു എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. നമ്മുടെ പോയ ഒരു ബോളില്ലേ, ആ ബോൾ എവിടെയാന്ന് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് തരുമോ ആ ബോളിനെ? സമ്മതമാണെങ്കിൽ അത് നമുക്ക് മാമന് 5% ചെയ്യാം. എന്താ പറയുന്നു മിസ്റ്റർ വാസു? എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ നഷ്ടത്തിന്റെ അണ്ടിയുടെ പൈസയും പിന്നെ ബിൽഡിങ്ങിന്റെ കോസ്റ്റും ഏകദേശം ഒരു 5,000 അല്ലേ കേക്ക് പറഞ്ഞു വരുന്നേ. അത് നമുക്ക് കോൺട്രാക്ടർ സംസാരിക്കാം. കോൺട്രാക്ടറോട് ചോദിക്കാം എങ്ങനെയാ. അതുപോലെ ജോക്കിയോടും കൂടെ ചോദിക്കണം കേട്ടോ. ജോക്കിക്ക് വേറൊരു വിഷമം കൂടെ ഉണ്ട്. ജോക്കിയുടെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ട് ഒരു 100 CR കൂടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അത്രയ്ക്ക് കമ്പനിയുടെ പേരിൽ ഒരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തതും എനിക്ക് ഈ വിഷമം വന്നു. വിഷമം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ സൂചിപ്പിക്കണ്ട മറ്റേ ജോക്കി കേക്കാവോ? ഹലോ ജോക്കി കേക്കാവോ? ഹലോ കേക്കാവോ? ഹലോ കേക്കുന്നില്ല. ഹലോ ഓഫാക്കി ഒന്ന് ഓണാക്കണേ ജോക്കി. ശബ്ദം ഒന്ന് തൊണ്ടയൊക്കെ ക്ലിയർ ചെയ്യും. നേരത്തെ വെള്ളം കയറിയായിരിക്കും. അതെ അതാണ് പ്രശ്നം. അതാണ്
ഓക്കെ. ഞാൻ ഡ്രസ്സ് മാറുമ്പോഴേ ഒരു കറുത്ത ജീപ്പ്. ജോക്കി കേൾക്കുന്നില്ല കേട്ടോ. ആ വെള്ളം ശരിക്കും ഉണ്ടെങ്കിൽ പിടിച്ചു തോന്നുന്നുണ്ട്. ഇപ്പൊ ഇപ്പൊ കേട്ടു. ഹലോ എവിടെ വരെ എന്താ കാര്യങ്ങൾ? ഞാൻ മിസ്സായി. ഞാൻ കുറച്ച് ജോക്കി ഒരു സെക്കൻഡ് ഒന്ന് ഇവിടെ വന്നേ. ഒന്ന് ശരി, ജോക്കി. എന്തിനു പറഞ്ഞ മറ്റേ യോർക്കർ എടുത്ത് എറി പെട്ടെന്ന്. യോക്കറൊക്കെ എടുത്തറിയാം. പെട്ടെന്ന് തന്നെ ഇത് നീ ഒത്തിരി പ്രതീക്ഷിക്കല്ലേ. ഇപ്പൊ എന്തുവാണ് പറഞ്ഞു നിർത്തിയേക്കുന്നേ? പുള്ളി ചെയ്യാന്നാണ് പറഞ്ഞത്. പുള്ളി പറയണെന്ന് പറഞ്ഞാൽ ബാക്കി 10,000 കോടിക്ക് ബിൽഡിംഗ് പണിയാം, ബിൽഡിങ്ങിന് ഹാൻഡ് ഓവർ ചെയ്യാം, ആദ്യം 10%, പിന്നെ നമ്മുടെ പൈസ കിട്ടത്തില്ലേ? കോൺട്രാക്ടർ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അച്ചിപ്പട്ടിയെ തലയെക്കെട്ടും കൊണ്ടൊക്കെ കൊണ്ടുവരാം. ഇയാള് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അച്ചിപ്പട്ടിയൊക്കെ കെട്ടിയെടുക്കണം. നമ്മുടെ ഇയാള് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യും. ജോക്കിക്ക് എത്ര കൺസ്ട്രക്ഷൻ കമ്പനിയാ വേണ്ടേ? എടാ അതൊക്കെ മനസ്സിലായി. ഇയാള് നാളെ വേണ്ടി ബിൽഡിംഗ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തോ ഈ ബിൽഡിംഗ് തന്നിട്ട് കൺസൈൻമെന്റ് എടുത്തോളൂ നീ എന്തോ ചെയ്യും? ജോക്കി 2 മണിക്കൂർ ഇവിടെ ബിൽഡിംഗ് കൊണ്ടുവരാൻ രായൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരെ നോക്കണ്ടേ? അല്ല ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കിട്ടണം. അതെല്ലാം കിട്ടും, അതെല്ലാം കിട്ടും. എടാ പക്ഷെ പൈസ നമ്മുടെ കിട്ടിട്ട് നമ്മുടെ ഗ്യാങ്ങിലോട്ട് വരണോന്ന് നമുക്ക് അതെല്ലാം ഞാൻ വരുത്ത. ജോക്കി ഇത് കമ്മിറ്റ് ചെയ്യും, ബാക്കി ഞാൻ ഏറ്റ്. ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ. കേക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാ വരുന്നേ. ഒന്ന് ഒരൊറ്റ second. കേക്കാവോ? കേക്ക് കേൾക്കാം ജോക്കി. കേക്കാം. അപ്പം കേക്ക് അപ്പൊ റെഡിയാണോ? വാസു പറഞ്ഞില്ലേ അല്ല പുള്ളി ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു. 3,500 കോടി നിങ്ങൾ മുടക്കി മിഷനറി മേടിച്ചു. ആ മിഷനറി നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും പാവം ചൈനീസുകാർ പണിത സാധനം വെറുതെ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കണ്ടല്ലോ. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഷെവീറെ വാസുണ്ണ ഫ്രീ ആണോ? ഓ ഷെവീറെ, ഞാൻ ഇവിടെ മിസ്റ്റർ എക്സ് ആയിട്ട് ചെറിയ മീറ്റിംഗിലായിരുന്നു. ആണോ? മീറ്റിംഗ് കഴിയുമ്പോ ഒന്ന് വിളിക്കണം. ഒരു അർജന്റ് കാര്യമുണ്ട് വാസുണ്ണ. പറ, എന്ത് പറ്റി? പറ. അല്ല ഫ്രീ ഇല്ല, പറ, ഞാൻ കേൾക്കാം. ഈ സൂര്യന്റെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാ വാസുണ്ണ. പറ്റുമെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ കോളിൽ തന്നെ ഞാൻ കാര്യം പറയാം. സൂര്യന്? ഏത് സൂര്യൻ? ചന്ദ്രന്റെ മോൻ സൂര്യ. ഇവനെ എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവന്റെ കുറച്ച് വളിക്കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വാസുണ്ണ ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊറേ പറയാനുണ്ട് വാസുണ്ണക്ക് കാര്യങ്ങൾ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സംഭവിക്കണേ? എന്തായി? ഹലോ, ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു അത്. അപ്പോ ജോക്കി പറയുന്നത് ഞങ്ങളൊന്ന് ഇപ്പൊ ലെറ്റ് us have some private means, Mr. Vasu. Sure, you are excused. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഇപ്പൊ ഇനി എന്നെ ഇവിടെ വന്ന് വിളിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് പോണമെങ്കിൽ. എന്റെ ഈഗോ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഹലോ അപ്പാപ്പാ, എവിടെ ഉണ്ട്? പകുതിക്ക് വെച്ച അണ്ടി ഓഫീസിന്റെ ഡീല് സംസാരിക്കാൻ നമ്മൾ കേക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 7352 അല്ലേ? പെട്ടെന്ന് വാ. ഇനി കണക്കിന്റെ കാര്യം കൃത്യം 80s എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാനൊരു ജെൻസിക്കിട്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞ ഞാൻ അവിടെ അധികം പറ്റാ. ഞാൻ മാറിക്കുന്നതാണ് നല്ലത്, മനസ്സിലായ? ലൈക്ക് ഇവര് 80s ബോയ്സ് ഉള്ള സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ എനിക്ക് ജെൻസിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. കുഴപ്പമില്ല. ഇവരെ കണ്ട എന്റെ ഈഗോ ഉണ്ടായിരുന്ന ഞാൻ അതുവരെ പോയില്ല. കണ്ട ഇതിനും മുമ്പേ ഉണ്ടായിരുന്ന ഒരു പുള്ളിയില്ലേ, അത് പറഞ്ഞില്ലേ? ജോക്കി അത് നേരിട്ട് കണ്ടിട്ടില്ല എന്ന്. ജെയിംസ് പാട്രിക് അറിയാം. ആ പുള്ളി. അപ്പൊ കേക്ക് എടാ ഞാൻ ജെൻസിയാണോ? ഞാൻ 1997 ആണോ? പുള്ളി ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുള്ളി 2-3 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇവിടെ പുള്ളി അവിടെ അടുത്തുനിന്ന് തന്നെ വണ്ടി സ്പോൺ ചെയ്തിട്ട് ഡ്രസ് വിട്ട് വന്നിട്ടാ. നമുക്ക് കുറച്ച് അന്തർധാര ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? ദിസ് ഈസ് മിസ്റ്റർ എ പി ആയിരുന്നു കേജിന്റെ അടുത്ത് ഈ അണ്ടി ഓഫീസിന്റെ മൊത്തം ഡീലിങ്സും സംസാരിച്ച് റെഡിയാക്കിയത്. അതെ. ആൻഡ് ഞങ്ങൾ അന്നൊരു ഡീലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് 70-30. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ 70% എനിക്കും 70% അപ്പാപ്പനും, 30% നിങ്ങൾക്കും. നിങ്ങൾക്കും. അതെ.
കേക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേജ് പ്രോമിസ് ചെയ്ത ഒരു പ്രീമിയം ബ്രീഡ് ഓഫ് അണ്ടിയുണ്ട്, അണ്ടിത്തൈ. കേക്ക് പറഞ്ഞ കണക്ക് തന്നെ ആ സാധനം കേജ് തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ 3000 കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ അണ്ടി കേസൊക്കെ കൂടുതലും പിടിക്കാറ് നമ്മുടെ കേജും ജെപിയും കൂടിയാ. നമ്മൾ അണ്ടി കേസ് പിടിച്ചല്ല പറഞ്ഞ് ഒരു മിനിറ്റ്, ജോക്കി ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്, ലെറ്റ് മീ കോൾ ഹിം. എനിക്ക് കേക്കയുടെ വീക്ക്നെസ് എന്താന്ന് നമുക്കറിയാം. അത് കുഴപ്പമില്ല, നമുക്ക് അത് വേണ്ടതുപോലെ കാണാം. എനിക്കും അറിയാം, യാസ്മിൻ അല്ലേ. അല്ല അതപ്പോ ജോക്കി പിയെ കുറിച്ച് അനാവശ്യം പറയല്ലോ. JP, can you please come over 7352? ഇങ്ങോട്ട് വന്നേ. എടാ യാസ്മിൻ ആരുടെ ലവറാണോ? എടാ മുളഞ്ഞ എന്തേലും പറഞ്ഞ ഉടനെ കറങ്ങുവന്ന വട്ടം തിരിയാതെ. ഉടനെ യാസ്മിന്റെ കേസ് ഒക്കെ എടുത്ത് പറഞ്ഞത് നമ്മൾ തമ്മിൽ അവരെ കുറ്റം പറയുന്നില്ലേ അയാളുടെ. ജോക്കി ഞാനൊരു തമാശയായിട്ട് പറഞ്ഞത് ആഷിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു കേട്ടാ. അതങ്ങോട്ട് പറയല്ലേ യാഷിൻ. ഞാനൊരു സോറി പറഞ്ഞേ. വേണ്ട ഞാൻ കൂടുതൽ വഷളോ വേണ്ട. കേക്ക് ഇതൊക്കെ സ്പിരിറ്റ് എടുക്കത്തല്ലേ ഉള്ളൂ. കേക്കെ സോറി കേട്ടോ. അല്ല കുഴപ്പമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല യാസ്മിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഓപ്പൺ മൈൻഡഡ്. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഡീൽ എങ്ങനെയാണ്? ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനത് നല്ലൊരു ഡീൽ പറഞ്ഞു. എന്തായാലും 3500 മുടക്കി നമ്മൾ സാധനങ്ങൾ മേടിച്ചു, മിഷനറീസ്. ദാറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ വാസു പറഞ്ഞു. നിങ്ങൾ വാങ്ങിയ 3500 മിഷനറി ഞാൻ മേടിച്ചപ്പോ വാസു വാങ്ങി. 3500 ഇതിന് മാത്രം, മിഷനറിക്ക് മാത്രമല്ല വാങ്ങി. ബാക്കി 1500 റോ മെറ്റീരിയലിന്റെ പൈസ ആരും കൊടുക്കും? ഇല്ല, റോ മെറ്റീരിയൽ ഞാൻ കുറച്ച് ദിവസം ഇരിക്കുന്ന അധികം മറിച്ച് വിറ്റപ്പോ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടി. ആണോ? അത് കുഴപ്പമില്ല. ഇല്ല, 3500 ആണ് നമുക്കിപ്പോ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു സാർ എന്തായാലും 3500 മുടക്കി. ഞാനൊരു 3000 പറ്റിക്കുമ്പോ ഒരു ഭയമൊക്കെ വേണ്ടേ? അത് ഡിപ്പെൻസ്. ലൈക്ക് ബിൽഡിംഗ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 500 ബിൽഡിംഗും ബാക്കി എമൗണ്ട് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ഡീല് പ്രകാരം എന്താ നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പോ ദർശൻ എന്താ എന്തോ നോക്കുന്ന പറയല്ലേ, അത് എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് രാശി ഉണ്ടാവുള്ളൂ. മൂലദിക്ക്. അല്ല പിന്നെ വേറൊരു കാര്യം, ഒരു കശുവില് 2 അണ്ടിയൊക്കെ വെച്ചോണ്ട് അപ്പാപ്പനെ അത് വലുതായിട്ട് ഇതങ്ങോട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് സംസാരിച്ച സമയത്ത് ഈ ഹൈബ്രിഡ് കൈൻഡ് ഓഫ് സാധനം നമ്മള് കേജ് നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല കേക്ക് നമ്മള് ഈ കാഷ്യൂനട്ട് മാത്രമല്ലാതെ കാഷ്യൂനട്ട് ഷേക്ക്, കാഷ്യൂനട്ട് ജ്യൂസ്, പിന്നെ ഈ കാഷ്യൂനട്ടിന്റെ പഴം ഉണ്ടല്ലോ. ഇപ്പോഴൊരു കാര്യം ഓർത്തേ, നമ്മൾ ആ കേജ് പറഞ്ഞത് കേട്ടിട്ട് കാഷ്യൂനട്ട് മറ്റേ ഇത് റിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് 4000 വാങ്ങി. റിഫൈനറിക്ക് എന്തോ ചെയ്യും? വാറ്റ് കേട്ടിന് വാറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുറക്കില്ലല്ലോ 4000 കോടിക്ക്. അപ്പവാ അതെന്താന്നറിയോ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പാപ്പൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. നമ്മള് ആ റിഫൈനറി വിറ്റായിരുന്നു അപ്പാപ്പ. അത് വിറ്റായിരുന്നല്ലേ? ഒരു മിനിറ്റ് എന്നാ പോയിട്ട് വയസ്സായ ആൾക്കാരല്ല സംസാരിച്ചിട്ട് വരും. എന്റെ പൊന്നപ്പാപ്പ, ഇതൊക്കെ പറയണ്ടേ? എന്തുവാന്ന് പറയട്ടെ? അപ്പാപ്പ 10,000 കോടിയാണ് നമുക്ക് ടാർഗറ്റ്. 10,000 കോടി അത് പുള്ളി തരും. ഇനി കള്ളം പറഞ്ഞ നമ്മളെ പൊക്കും. ഒരുത്തന്റെ ഇത് പിടിച്ചു പറിക്കുമ്പോ മിനിമം അവന് തിരിച്ച് വീട്ടിലെത്താനുള്ള പൈസയെങ്കിലും കൊടുത്തിട്ട് പിടിച്ചു പറിക്കാവുന്നതാണ് എന്റെ ഗുരുവിനോട് പറഞ്ഞത്. എന്റെ പൊന്നെ, ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന നാളുകൾക്ക് ഈ പറയുന്ന ഓപ്ഷൻ നടത്തിട്ട് എത്ര കോടി കിട്ടിയെന്ന് വല്ല ആരുടെ ഉണ്ടോ വാസവന? അതുണ്ടാവും. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ ചെറുതായിട്ട് പിഴിഞ്ഞാൽ ഡെയിലി പിഴിയാം. സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ വെയിറ്റ് ചെയ്താൽ ഓരോ ദിവസവും ഓരോ മുട്ട കിട്ടും. പകരം അതിന്റെ വയറ് കുത്തി കീറിയെടുത്താൽ അന്നൊന്നും തീരൂലേ? അത് ശരി. ബുദ്ധി വേണം പാപ്പാ. വാസ്തവത്തിൽ ഇത് പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടേ. ആ താറാവിനെ കണ്ടാ സുന്ദരൻ, പക്ഷെ കണ്ടാ സ്വർണ്ണമുട്ട ഇടുന്ന അത് പറയത്തില്ല. സത്യം.
അതുപോലെ എന്തോ ഒരു നാണക്കേട് സഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? അത്ര നാണക്കേട് ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അണ്ടിയില്ലാത്ത ഫാക്ടറി എന്നൊക്കെ വണ്ടിയില്ലാത്ത പറഞ്ഞു. ഫാക്ടറി ഉണ്ട്. അത് മാത്രമല്ല ഹൈബ്രിഡ് മുളപ്പിക്കാനും പറഞ്ഞിട്ട് നാട് മൊത്തം Big brain. നടന്ന് ഒന്നും വന്നിട്ടില്ല. അപ്പൊ കേക്ക് ഇപ്പൊ 3000 കോടിയോ അല്ല 4000 കോടി എത്രയായിരുന്നു കറക്റ്റ് നമ്പർ വാസു? 3500 ചെയ്യാം. 3500 CR. കേക്ക് നിങ്ങൾക്ക് വാർഷികമായ ഒരു 1.5 ലക്ഷം 4 വരെയുള്ള അത്രയുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. കേക്ക് നമ്മളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ബോളന്മാരായിട്ട് തോന്നുന്നു. നമ്മള് ഇത്രയും അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ല. പക്ഷെ നമുക്ക് ഈ 3000 കോടിയുടെ പേരിൽ ഇങ്ങനെ നിന്ന് ഈ ആണ്ട് ഈ എടാ സിറ്റുവേഷൻ ആയാ അവന്മാർക്ക് വാറുണ്ടല്ലോ. അതെ, നമുക്ക് ഒരു ഡീലിലെത്താം. ഓക്കെ ഓക്കെ, അതായത് ഓൾറെഡി ജോക്കി എനിക്ക് ഓപ്പറേഷൻ തന്നായിരുന്നു. വാസുവിന്റെ കുറച്ച് കളികൾ പൊക്കാൻ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കളിയാ? ഓക്കെ, പെൺപിള്ളേരോടൊപ്പം കറി കിടക്കുന്ന കെട്ടി ജോക്കി ഞങ്ങളെ ഒരു പ്ലീസ് എക്സ്ക്യൂസ് മീ ജോക്കി, ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ടൈം വേണം അവർക്ക് സംസാരിക്കാൻ വേണ്ടി. പിന്നെ നമുക്കത് ഡീലാണ് എത്തിയ പോലെ ഫോട്ടോസ് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്യാൻ നമുക്ക് കാശ് നമുക്ക് വിശ്വസിച്ചടിച്ചാലോ? എന്ത് പറയുന്നു? എന്തോ കേട്ടില്ല. അല്ലെ, നമുക്ക് ഫോട്ടോസ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് ഈ പരിപാടിയാണ് 50-50 അങ്ങ് ഒതുക്കി തീർത്തല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മളിത് ഇഷ്ടം ഒത്തിരി പൈസ കയ്യിൽ നിന്ന് പോയതാണ് കേക്ക്. ഇത് സൗഹൃദത്തിന്റെ പെണ്ണാളുടെ കൂടെ ഉള്ള ഫോട്ടോ അല്ല എൻ്റെ ഉള്ളത്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ കേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക് എടുത്ത്, എന്റെ ഈ സിറ്റിയിലുള്ള എല്ലാ കൂട്ടുകാരും ജോക്കിക്ക് അറിയാം. ജോക്കിയുടെ അടുത്ത് മൊത്തവും സംസാരിച്ച് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന് വന്നത്. വാസുമായിട്ട് കമ്പനി കൂടുന്ന എല്ലാവരും വാസുവിന്റെ അടുത്ത് വരുന്ന ആൾക്കാരല്ല, പറഞ്ഞു വിടുന്ന ആൾക്കാരാണ് ചിലരൊക്കെ. മിസ്റ്റർ എക്സിലെ ലൂസിയ. ഹലോ ഹലോ. സംഭാഷണങ്ങളൊക്കെ ചില സംഭാഷണങ്ങൾ റെക്കോർഡിക്കലാ. ഞാനൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ബോധിപ്പിച്ചെന്നുള്ളത്. ആരെല്ലാം പറഞ്ഞില്ല, നമ്മുടെ ഉള്ളിൽ നിന്നോട്ടെ. നമ്മൾ ഇനി ഫണ്ടിന് എവിടെ പോകും? നിങ്ങൾ ഒന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഇല്ല. കാരണം മിസ്റ്റർ എക്സിന് ഒരു ഫണ്ട് ഷോർട്ടേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്കറിയുമോ ജെ പി? നിങ്ങൾക്ക് ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ തലപ്പത്ത് എന്തിന് പുള്ളി കിടന്ന് കുശി നമുക്ക് ഈ പൈസ വേണോ ജോക്കി? എന്താ പറ്റി? ഇത് ഒരുമാതിരി ചുമ്മാ നമുക്കൊരു വിലയില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന പോലെ. എന്താ എനിക്ക് അങ്ങ് ബാഡായി. എടാ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത സാധനം അറിയാം, നമ്മുടെ കൈ വരാറായി. ബാഡായി ജോക്കി. എനിക്ക് എന്തോ ഒരു കൈ വരാറായി. സമാധാനം ഇല്ലാത്ത പ്രസവം പൈസ. കഴിഞ്ഞ് കുഞ്ഞിനെ കൈ എടുക്കാ മതി, ഇനി എടുത്താ മതി കുഞ്ഞിനെ. എനിക്ക് അങ്ങോട്ടൊന്നങ്ങ് മനസ്സിന് എന്താ തൃപ്തി. മോനെ നിന്റെ പ്രശ്നം? നിനക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആവല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച് നിക്കട കുട്ട അങ്ങോട്ട്. എന്താണ് പ്രശ്നം? തുറന്നു പറ. എന്തേലും ഉണ്ടോ? പെട്ടെന്ന് എന്തോ പറ്റി? നമുക്ക് വീട്ടിൽ പോയി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്താടാ ഇത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ആയിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ഗണ്ടിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല കേസ്. ഗണ്ടിന്റെ കാര്യം പറഞ്ഞാലേ ഇപ്പൊ പറഞ്ഞാൽ അത് വെറുതെ ഒരു കൗണ്ടർ പോലെ ആയിപ്പോ. നമ്മൾ അത്രയും കണ്ടുപിടിച്ചിട്ട് എന്തോ പറഞ്ഞു. പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഇത് പറഞ്ഞ ഈ പുള്ളച്ചോൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. അല്ലേ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശരി. ഹലോ, എന്തിനാ ഹായ് അയച്ചേ? നേരെ ഗ്യാങ്സ് വരെ BCC ഡോസ്റ്റേ റെഡി ആയിട്ടിരിക്കും അവിടെ. തൂക്കില്ല പണ്ടേ ശീല ബാക്കി വാ. പിന്നല്ല കൊടുക്കുന്നത് പല കാര്യങ്ങളാണ് ജെ പി നമ്മളോട് പറഞ്ഞത്. പിള്ളേരെ ഇത് അറിയില്ലല്ലോ, നമ്മളിത് അറിയുന്നില്ലല്ലോ. എത്രയായിരുന്നു വാസുവിനെ വാങ്ങിയത്? 3500. 3000 ഉള്ളു. 3000 കള്ളം പറഞ്ഞാണോ? മിസ്റ്റർ വാസു അല്ലല്ല, ഞാൻ നോക്കിയപ്പോ 500 CR എനിക്ക് ഓൾറെഡി
കേജിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട്. അല്ല മിസ്റ്റർ വാസു, അന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഈ 300 CR ഉള്ളൂ, ബാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞത്. അതെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ 3000 CR നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം. 3000 CR നമ്മൾ എങ്ങനെയാണ് റൈസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഇവിടെ സഹായിക്കുന്ന കുറെ പിള്ളേരുണ്ട്. ബ്ലാക്ക് മാഫിയ, ചന്ദ്രന്റെ ബ്ലാക്ക് മാഫിയ, പിന്നെ സിറ്റിസൺസ് ആയിട്ട്, പിന്നെ സിറ്റിയില് നിങ്ങൾ ഈ ഷാഡോ ആയിട്ട് ഇങ്ങനെ സിറ്റിക്ക് വെളിയിലും അകത്തും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ സിറ്റിയിലെ ഒരു കുറെ പേർക്ക് എന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ചുമ്മാ വന്ന് പൈസയൊക്കെ തരും എനിക്ക് ഇങ്ങനെ ചുമ്മാ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ വാസണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പൈസ തരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മുതുക്കിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി എനിക്ക് പൈസ എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പട എല്ലാവരും കൊണ്ടുവന്ന് കുറെ പൈസ തന്ന് 3500 കോടി ഡിം 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 ഡിന്നും സെറ്റായി. ഓക്കെ ഫൈൻ വാസു, നിങ്ങൾ പറയുന്ന പോലെ 3000 CR കേജിന് കൈമാറി എന്ന് വെച്ചോ. എങ്ങനെയാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തത്? കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു. അല്ല, ക്യാഷ് ആയിട്ട് കൊടുത്ത ലൊക്കേഷൻ ക്യാഷ് ആയിട്ട് എനിക്ക് തന്നത് ക്യാഷ് ആയിട്ടാണ്. ഞാൻ പറയാം, എനിക്ക് ഇങ്ങോട്ട് അതായത് എൻ്റെ അടുത്ത് ആദ്യമേ പുള്ളിക്കാരൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു. ബാറിൽ വെച്ച് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളി ഇതിനെ പറ്റി പറയുന്നത്. പുള്ളി എൻ്റെ അടുത്ത്, ഞാനത് പുള്ളിക്ക് ക്യാഷ് ആയിട്ട് അതിന് കൊടുത്തിട്ടില്ല. പുള്ളിക്കല്ലല്ലോ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്, നമുക്ക് മെഷീനറി മേടിച്ച മെഷീനറിയിലെ ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്. ഞാൻ 3000 കോടിക്ക് മെഷീനറി മേടിച്ച് അവർക്കാണ് പൈസ കൊടുത്തത്, അല്ലാതെ ഇവർക്കല്ല കൊടുത്തത്. ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെഷീനറീസ് എല്ലാം ഇൻസ്പെക്ഷൻ നടത്താം. നമുക്ക് നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ള മെഷീനറീസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിനപ്പുറത്തോട് നമുക്കൊരു ഇത് വേണ്ട. നമ്മള് അത്രയ്ക്കും വിശ്വാസം അളിയാന്ന് പറഞ്ഞ് ഞാൻ തോളത്ത് കൈയിട്ട് നടത്തിയ ഒരു ബിസിനസ് ഡീലാണ് ഇത്. നമ്മൾ ഇപ്പോഴും മിസ്റ്റർ വാസു, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെയാണ് വാസുവിനോട് ഇപ്പോഴും ഞാൻ പറയുന്നത്. അതായത് നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരൂ. ജോക്കി പ്രശ്നം കൈവിട്ട് പോയി. ജോക്കി ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നു. ഹോസ്റ്റേജ് എടുത്തു നമ്മുടെ ടിവിയെ. നമ്മൾ ഒറ്റ കാര്യം നേരെ പോന്നു. ജോക്കി മെഷീനറി അല്ലേ, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജോക്കി നമ്മൾ ഇന്ന് കാണിക്കാം. ഇന്ന് നമ്മൾ ഇത് പറയുന്നു. ഇല്ല മെഷീനറി എല്ലാം ഉണ്ട്, ഒരു സീനും ഇല്ല. അപ്പൊ ഇത് എന്റെ വിടും, ഞാൻ ബാക്കി ഞാൻ ഏറ്റ് നിൽക്കി. ഞാനിപ്പോ ഡീൽ ചെയ്യാം. വാ ഇന്ന് ഞാൻ കേറ്റൂല ഉമ്മാരെ അവന്മാരും. ഹലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാ മിസ്റ്റർ എക്സ്, നിങ്ങൾക്ക് മേലിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കുടുംബം വേറൊരു കുടുംബത്തിന് ആളെ തൂക്കിക്കൊണ്ട് വന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വെച്ച് മൊത്തം പ്രശ്നമായി, അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് അവിടെ വരെ ഒന്ന് പോകണം. പക്ഷേ ഞാൻ പറയാം, ഞാൻ പോയിട്ട് തിരിച്ച് ഫ്രീ ആയിട്ട്, ഞങ്ങൾ ഫ്രീ ആയ ഉടനെ ഞാൻ KK വിളിക്കും. ഗെറ്റ് റെഡി ടു വിസിറ്റ് അവർ മെഷീനറീസ്. ഓക്കെ, സ്ഥലത്തോട്ട് വരണം, മെഷീനറി മൊത്തം കാണണം, കണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം മാത്രം പൈസ തന്നാൽ മതി. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഓക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ വിളിക്കാം കേട്ടോ. എടാ എവിടെ ഉണ്ടാ? ആർപ്പി തരാം, അടി തരാം, എല്ലാം തരാം. വാ ജോഡിയപ്പ കേറ്. ജോഡിയപ്പ അതിൽ കേറി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വാസു, അയാൾ അവിടെ പോയിട്ട് നിനക്ക് വല്ല ഇഞ്ചക്ഷനും തന്നു? തുള്ളിച്ചാടിപ്പോയൊരു ചെറുക്കനാ നീ. ജോക്കി അനാഥാലയത്തിൽ വെച്ച് ജോക്കി എന്നെ ഡെയിലി കാണാൻ വരുന്ന സമയത്ത് എപ്പോഴും എന്നോട് പറയണ ഒരു കാര്യം എന്താന്ന് ജോക്കി ഓർത്തിട്ടുണ്ടോ? അത് ഞാൻ അന്നേരം തന്നെ ഫിക്സ് ചെയ്തതല്ലേ, ഞാൻ അതിനെ പറ്റി അല്ല പറയണത്. ജോക്കി എന്നോട് പലപ്പോഴും പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് വേറൊരാളെ വിഷമിപ്പിച്ചിട്ടാവരുതെന്ന്. പെട്ടെന്ന് അതെന്റെ മനസ്സിലേക്ക് ഹിറ്റ് ചെയ്ത് കയറി ജോക്കി. നിന്റെ കുഞ്ഞമ്മ വല്ലോ വിഷമിപ്പിച്ച നിനക്ക് നോവാൻ. അതെന്തോ ജോക്കി, അതൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു.
എന്താണ് വാസു നീ കോച്ചി വണ്ടിക്കകത്തുണ്ടോ? ഹലോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. നീ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ അല്ലടാ മൊയിന്തേ. ജോക്കി എത്രയൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിലൊരു മനുഷ്യനില്ലേ ജോക്കി? ഉള്ളിലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ അയാൾ എന്റെ കൊച്ചാപ്പം വല്ലതാണ്. അയാളുടെ ഇരിക്കുന്ന 3000 കോടി നമ്മുടെ കിട്ടുന്ന പ്രശ്നം. ജോക്കി അത് ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം ജോക്കി. ഈ പൈസ ഞാൻ പുഷ്പം പോലെ എടുത്ത് ജോക്കിയുടെ കൈ കൊണ്ട് തരും. ഇത് എന്റെ വാക്കാ, പരുന്തു വാസുവിന്റെ വാക്ക്. ഹലോ, എനിക്ക് വേറൊരു ഡീലുണ്ട്, അയാളെ കാണണം എനിക്ക്. കാര്യം സംസാരിച്ചാ വാസു? എന്തോ കേട്ടില്ല. മറ്റേ കാര്യം സംസാരിച്ചാ? ഇല്ലില്ല, അതിന്ന് സംസാരിക്കണ്ട. എന്നാലും എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. കോച്ച് പറഞ്ഞവനെ തൂക്കിയത് അവിടെ ഗ്യാങ്സിൽ കൊണ്ട് മുട്ട എഴുതിയിട്ടുണ്ട്. ഏതാ? കോച്ചിന് പറയാനുള്ളത് പറഞ്ഞോ, പക്ഷെ പഴയ സിറ്റുവേഷനിൽ ഒരു കാര്യം പോലും മെൻഷൻ ആവാൻ പാടില്ല, മനസ്സിലായ? ഓക്കെ. ഏതാടാ ആരെ തൂക്കിന്നാ? മറ്റേ സിറ്റുവേഷനിലാണ്. മറ്റേ സിറ്റുവേഷനിൽ കോണ അടിച്ചവന്. ഇല്ലല്ല, മെയിൻ ആക്ഷൻ അടിച്ചാണ് ആരെന്ന് എനിക്കറിയാം. അവനാണ് നോക്കാൻ ഉദ്ദേശിച്ചത്. അവനോട് ഇങ്ങ് വരാൻ പറ. ഹോസ്റ്റേജിനെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലൂസിയ, നിന്നെ എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. എന്റെ ഹൃദയം തുറന്നു നോക്കിയ നിന്നെ. ഈ സൈഡ് ദർശന, ഇവിടെ ആയിരുന്നു നീ തള്ളി. കാണിച്ചു കൊടുക്കാൻ വരട്ടെ. ഹണി ട്രാപ്പ് അത് മാത്രം ഈ വാക്ക് സഹിക്കൂല. ഇത്രയും വർഷമായി എന്റെ പേരിലൊരു കേസുണ്ടോ? എന്റെ പേരിൽ പീഡന കേസുണ്ടോ? അവ ഒരു മിനിറ്റ് പോസായി നിന്ന് എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടി. ബ്രോ അറിയാതെ പറ്റുകയാണ്, സോറി, സിറ്റുവേഷൻ ഉണ്ടേ. ഉണ്ട്, എന്റെ പേര് കേസില്ല. എവിടെ അവൻ? സൂര്യനാരായണ ഇറങ്ങണ നായെ എടാ വാ തുറക്കൂല നീ, നിക്ക് വാ തുറക്കൂല നീ. ഹലോ, തുറക്കൂലേ? നീ ഇവിടെ റെസ്പോണ്ട് ചെയ്യാത്ത സമയം കൂടിക്കൊണ്ടിരിക്കുക. അത് അറിയത്തില്ലെങ്കിൽ അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരുവാണേ. ഇല്ല, പുറത്ത് വലിയ കോളൊക്കെയാ, മാസമൊക്കെ അടിക്കുമ്പോ പറഞ്ഞു കൊടുക്കുക. ആ കോമഡി 4 വർഷമേ. ജോഗി ഇങ്ങോട്ട് വന്നേ. അവന്റെ പേരെന്താണ്? ജോഗി ഇങ്ങോട്ട് വന്നേ. ജോഗി ഒന്നും പറയല്ലേ ജോഗി? അതിന്റെ ഇടയ്ക്ക് ഗ്യാങ് സസ്പെൻഷനാണ്. അല്ലല്ല, എന്തെങ്കിലും സംസാരിച്ച സീനാവും. കൊടുത്തോ ഇല്ല ചോദിക്കത്തില്ല. ദൈവത്തിനെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞടാ. നീ ഇവിടെ ഇരിക്കുവേ മച്ചു. ഒരു സംശയമില്ല, നീ ഇവിടെ ഇരിക്കും. എത്ര നേരമാണെന്ന് വെച്ചാൽ നീ ഇവിടെ ഇരിക്കും. അല്ലാതെ നീ സംസാരിക്കും, നീ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്തിട്ട് നീ പോയാ മതി. ഇത് പ്രശ്നം. ഇത് നമ്മുടെ ജൂഡിനെ കയറി അടിച്ചോ, കൈവച്ചവൻ. ജൂഡിനെ കയറി അടിച്ചല്ലേ? ഇവരാണല്ലോ സിറ്റിയിൽ ഗുണ്ടായിസും. മാസൊക്കെ ഇനിയല്ലേ ബ്രോ? മാസൊക്കെ ഇനി കാണാൻ പോണല്ലേ മാസ്? ഇതല്ല മാസ്. നീ കാണാൻ പോണാണ് മാസ്. നീ വാ തുറക്ക എന്തായാലും. ചെറിയ ബിസിനസ് ഡീലായിരുന്നു. ദൈവം വന്നല്ലോ. നൈസായിട്ട് വന്നിട്ടേ ഇവരെല്ലാം ഉള്ള സമയത്ത് നൈസായിട്ട് വന്നിട്ട് അലീനയും ഇവരെല്ലാം അടിച്ചിട്ട് പോയി. ഗേവി മറ്റേ ട്രീസ ഉണ്ടായിരുന്നു. അപ്പൊ ഗേവിയും ടി വി എല്ലാം ഒരുമിച്ച് ചോദിക്കാൻ പോയതാ. എന്നിട്ട് ഇവന്മാര് പോയി വേറെ സിറ്റുവേഷൻ എടുത്ത്. ഇവര് വേറെ സിറ്റുവേഷൻ ഇല്ല. നമുക്ക് സിറ്റിസൺ നമ്മൾ ചോദിക്കാൻ വന്നപ്പോ സിറ്റിസൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ജൂഡിനെ കൊണ്ട് അവിടെ നിർത്തി. ജൂഡിനെ അവൻ കൈവച്ച് അതിന്റെ പേരിൽ ചോദിക്കും. മരുന്ന് അടിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാൻ ചെന്നപ്പോഴേ കോച്ചിനോടും രായനോടും ഒക്കെ ഇവന്മാര് നല്ല കൊണവർത്താനമായിരുന്നു.
എന്ത് വേണേ പറഞ്ഞേ? രായന്റെ അടുത്ത രായ ഒന്നും കൂടെ വരുമോ? അപ്പാപ്പിന്റെ അടുത്തോട്ട് വരുമോ? വാസുവിന്റെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? അതെന്താ അപ്പാപ്പ? ഇല്ല കുഴപ്പമില്ല. ഹലോ, ആ പറഞ്ഞ പോലെ. ആ അതെ, ഒരു മിനിറ്റ്. ആ മനസ്സിലായി. ബ്രോ പറ. അല്ല പറഞ്ഞോ, മോള് പറഞ്ഞ. ആരോ ഇവിടെ കിടന്ന് ആലിസല്ലേ എന്ന് പറഞ്ഞ വാസു, അല്ലെങ്കിൽ ആ കൊച്ചൊരു പാട്ട് പാടി തന്നെ. പോട്ടെ സാരല്ല. ആ പറഞ്ഞേ, എന്താ പറ്റിയേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചന്ദ്ര ഇങ്ങനെയാണോ വിളിക്കുന്നേ? മോളേന്നൊക്കെയാണോ വിളിക്കുന്നേ? വേറെന്താ വിളിക്കണ്ടേ ചന്ദ്ര? അല്ല, ഞാൻ ചോദിച്ച മോളേന്നാണോ വിളിക്കുന്നേന്ന്. അങ്ങനത്തല്ല, ചിലരെ പേര് വിളിക്കും. അപ്പാപ്പനോടൊന്ന് പറയോ? ഗൈസ്, എനിക്കൊരു ചെറിയ സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എനിക്ക് 2 മിനിറ്റ് തരുമോ പ്ലീസ്? ഷോപ്പിൽ വെച്ചിട്ട് അതല്ലേ പറയാൻ പറഞ്ഞേ? അത് ഇപ്പോഴത്തെ അതൊന്നുമില്ല. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് തലയിൽ അടി കിട്ടിയപ്പോഴേ വിളവില്ലാതെ പറഞ്ഞതാ. അതിവിടെ അതായത് നമ്മള് ജൂഡ് ഡ്രസ് മാറാൻ വേണ്ടി ഇവിടെ പോയപ്പം ജൂഡിനെ അങ്ങ് കേറി. ജൂഡ് അത് പറ, നീയല്ലേ ഉണ്ടായിരുന്നെ? ഞാൻ അവനെ ഇടിച്ചപ്പാ പറയണ്ടേ. അവന് ഉടനെ അങ്ങ് ചൂടായി. അറിയാലോ ഒരു മനസ്സിലായി. അപ്പം അവനങ്ങ് ചൂടായി, അവനങ്ങ് ഇടിക്കണം എന്നെ. ഇനി ബാക്കി ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അവിടെ അടിപിടിയായപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കോള് വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോയി. ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് രായന്റെ മോന്തക്കിട്ട് 2 അടി. പിന്നെ കാരണന്മാരെല്ലാത്തിനും നമ്മുടെ കൂടെ ഉള്ള എല്ലാത്തിനും പിടിച്ചിടിയാവേ. എല്ലാവർക്കും ഓരടി വെച്ച് കിട്ടി. പിന്നെ അപ്പൊ തന്നെ തട്ടി തോളി കയറ്റി നേരെ എന്താ അങ്ങോട്ട് സംസാരം? ഭയങ്കര അറിയണമല്ലോ നിങ്ങൾ ഇത്ര എനർജി കളയുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയണമല്ലോ. നേരെ കൊണ്ടു ഇവിടെ. ഇനി ശരിക്കുള്ള കാരണം എന്താ? ശരിക്കുള്ള കാരണം കലിപ്പ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. കുറച്ച് ഗുണ്ടകളി സിറ്റിയില്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. സിറ്റിയില് ഗുണ്ടകളി നമ്മൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കണം. ഹലോ, ആ പൊട്ടം വന്നോ? ചെവരി ചാരിച്ച് 4 ഇടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവനത് ചെയ്തുകൂടാ. ഇതെന്റെ കോലം കണ്ടോ? ചൂടാ ചൂടാ ചൂടാ. ജോക്കി എല്ലാവരും വെൽക്കം ടു സ്ട്രീം എന്നിടുന്നേ. ഇത് പറ്റി അവരെ പേടിച്ചാ ആദ്യം. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ? കാര്യങ്ങൾ എങ്ങനെയാ? ഇവന്മാര് വാറിനെല്ലാം എന്തെങ്കിലും പോകുന്നില്ല. നമുക്ക് വാറിനിടയ്ക്ക് പേടിച്ചാലോ? അത് പറ്റത്തില്ലടാ, അത് പറ്റത്തില്ല. പ്രീവാറിനിടയ്ക്ക് ആറിനിടയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ തമാശക്ക് പറഞ്ഞാണോ? സീരിയസ് എടുത്ത അവസാനം പിന്നെ എന്ത് ചെയ്യാനാ ഇവന്മാര്? എന്ത് ചെയ്യാനാ? ഇത് തന്നെ പ്രീവാറും കഴിഞ്ഞ് അടുത്ത ബാറും കഴിഞ്ഞ് ഇവന്മാര് വരുമ്പോ 1 മണിയെ കഴിക്കണം. അതല്ല, 2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം പറയാം. അതായത് അവന്മാർക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളായിട്ട് ഒരുത്തം വന്ന സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചോദിക്കാനില്ല. അത് മാനേജ് ചെയ്യേണ്ട അവന്മാരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ഡൗട്ട് വെക്കട്ടെ. ഇനി ജൂഡിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയോണ്ട് അവൻ ഇനി ജൂഡ് ചോദിക്കണ്ട, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. കാരണം ജൂഡിന്റെ കൈ കൊണ്ടതാണ്. ആദ്യം ജൂഡിന്റെ സൈഡിൽ നിന്ന് കൈ കൊണ്ടതുകൊണ്ട് ചിലപ്പോ നമുക്ക് നമ്മുടെ ഗ്യാങ് വരാൻ പാടില്ലല്ലോ. അടാ, ജൂഡിന് അറിയാതെ തട്ടിയതാണോടാ അവന്റെ അത്? അറിയാണ്ട് അവന്റെ മേത്ത് കൈകൊള്ളു. അന്നേരം അത് അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യണ്ടായിരുന്നോടാ. പിന്നല്ല എനിക്ക് നൊന്ത്. അവൻ പറയുന്നത്
ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് ഇവന്മാര്? അല്ലല്ല പുറത്ത് കാര്യമായിട്ട് സംസാരിക്കാം. സ്വന്തം ഗ്യാങ് എടാ അറിയാതെ കൊണ്ടായിരുന്നു ആ ജൂഡിന്റെ കൈ, അത് അവിടെ അങ്ങ് സോൾവ് ആക്കിയ പോരായിരുന്നോ? അണ്ണാ ഹോസ്റ്റേ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ പോലും ഈ ഗ്യാങ് ഇത്ര നേരം AFK പോയിട്ടില്ല. പയ്യനൊക്കെ പറയാനാ ഇവൻ എന്നെ എപ്പോ വരും ഇവൻ? നീ ഇതിപ്പോ ചന്ദ്ര വന്നിട്ട് തുടങ്ങിയാ മതി പറഞ്ഞു. ചന്ദ്ര വീണ്ടും പോയി. ചന്ദ്ര വീണ്ടും എന്തായാലും പോവല്ലേ കല്യാണത്തിന്? ഇനി 2000 ഉണ്ടല്ലോ ഉള്ളു. എനിക്കല്ല ഗ്യാങ്ങിനെ കിട്ടത്തുള്ളൂ. ഞാൻ ഗ്യാങ്ങിനെ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഇനി ചേട്ടന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയണം, നീ നല്ല വിളിച്ചിട്ട് പൊക്കോളിയാ. കല്യാണം പറഞ്ഞാൽ ഇവിടെയുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. അപ്പോഴാണ് എന്തിന്റെ എന്റെ ഗ്യാങ് ഹൗസിൽ കണ്ണു പൊട്ടിക്കാനാ? തോറ്റാൽ തോൽവി സമ്മതിക്ക്, അല്ലാതെ ചുമ്മാ റീസൺസ് പറഞ്ഞ് കരയാതെ. BCZ BM ബ്രിട്ടോ, BCZ കഴുകന്താസ് ബൂം. ബൂമൊക്കെ ഇപ്പൊ ഞാൻ പൊട്ടി അതിലും വലിയൊരു ബൂം ബ്ലാസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, തരാൻ. ഹലോ ഹായ്. ഹലോ, ഒരു പെണ്ണിന്റെ ശബ്ദമല്ലേ അത്? തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിക്കുമ്പോ ഫോൺ എടുക്കാത്തവൻ ഇനി ആറ്റിറ്റ്യൂഡാണ്. അവള് 2 വട്ടം വിളിച്ചാലേ ഞാൻ എടുക്കൂളേ. ഇനി ഞാൻ ഓരോ അവളുമാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഇതൊക്കെ കേക്കയുടെ കൂടെ നടക്കുന്ന ഓരോത്തോളുമാരായിരിക്കും ഹണി ട്രാപ്പായിട്ട് ഇറങ്ങിയേക്കണ്. ഇമാര് കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 25 പേരുണ്ട്. അവനെ കൊണ്ട് തിരിച്ചു വിട്ടാലോ? നമ്മളെ ആകെ 6 പേരേ ഉള്ളു കേട്ടാ. എടാ എങ്കേസ് അടിക്കുവാണെങ്കിൽ നമുക്ക് ആള് വേണം കേട്ടാ. എല്ലാവരും കേറാൻ പറ. 5 പേര് ഒരേ. എടാ അതൊക്കെ ഞാനൊരു മാസിന് പറയണതല്ലേ. ഷൗട്ടെക്സ് വീഡിയോ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരാൻ വേണ്ടി അതൊക്കെ മാസിന് പറയണതല്ലേ. പറയടാ. കേട്ടില്ല? എന്തിയാ മരം കഴിയുമ്പോ അടിക്കാ. കഴിയുമ്പോ രാത്രി 1 മണി കഴിയും. ബാംഗ്ലൂർ പോണ്ടേ? ഫ്ലൈറ്റ് മിസ് ആവും. ഞാൻ മടിയിൽ നിന്ന് കഴിച്ചോളാം. യൂബറിലാണെങ്കിലും ഹോട്ട്സ്പോട്ട് ഉണ്ട്. ലാപ്ടോപ്പ് ഇല്ലേ എന്റെ? എവിടെ ദുബായിരിക്കുന്ന സാധനമാണോ? അതൊക്കെ ഇവിടെ എത്തിക്കില്ലേ? പിന്നെ ഞാൻ ഇല്ലെങ്കിലും അടിക്കൂലടാ. എത്ര പേരാണ് ഉള്ള ഇവിടെ? അതൊക്കെ എത്ര ഉള്ളു? പിന്നെ 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 നമ്മുടെ പറ. അല്ല പറഞ്ഞു പിന്നെ ഞങ്ങള് കേൾക്കാൻ പാടില്ലാത്ത എന്താ ചന്ദ്ര? അത് മാമനോട്ട് കണ്ണാപ്പി ഒരു റെക്കമെൻഡേഷൻ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറയണം? നാളെ പോകുന്നതിന്റെ അടുത്ത് ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറയണം? ഡേ 5 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 25 ദിവസമായി. 25 ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മുടെ 15 മിനിറ്റ് കൂടി ഉള്ളു. കാണത്തില്ല. എന്താടാ മണിയും കുറച്ച് നാളത്തേക്ക് കാണത്തില്ല. ഒരു മെസ്സേജ് 7 ദിവസത്തേക്കും പോയി.
വായിക്കൊള്ളാത്ത എന്ത് തെറി വിളിച്ച് 7 ദിവസത്തേക്കില്ല. പാണ്ടി കരിപ്പാറ പൊലയാടിന്ന് മാത്രം ഫ്രണ്ടിൽ ചെന്നിട്ട് പാണ്ടി കരിപ്പാറ പൊലയാടി പോയെന്ന് കയറി ഒരു വിളി. അപ്പോഴേ പോയി. ഞാൻ മെയിൻ ആയിട്ട് അല്ലടാ ഇത് ഫിക്സ് ചെയ്യണല്ലോ. ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് റേജ് ഇഷ്യൂസ് ഉണ്ട്, അത് കുറച്ച് കുറയ്ക്ക്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കണേ? തെറി വിളിക്കാതെ സംസാരിക്കണം. നമ്മളൊരു ഗ്യാങ്ങിനോട് സംസാരിക്കുമ്പോ നമുക്കിവിടെ വീണ്ടും കളിക്കാനുള്ളതാ. മണ്ടന്മാര് വലിച്ചിരുന്നെങ്കിലേ അണ്ണ ഇല്ല ശരിക്കും കൈലാസ കളിക്കേണ്ടി തന്നെ. കൈലാസത്തിലെ ശിവനായനെയാണ് അങ്ങനെ കൈലാസത്തിലൊന്നും പോകേണ്ട ഗതികേട് നമുക്ക് വരൂല കേട്ടോ, മനസ്സിലായ? നമ്മള് പാർട്ട് 2 ഇറക്കത്തില്ല. അപ്പാപ്പൻ എനിക്ക് വേണ്ടി ഇപ്പൊ V3 അപ്പൊ V4 എക്സലന്റ് V4 ഇറക്കും. നമ്മള് ക്ഷമിച്ചു കൊടുക്കും. ഞാൻ നടക്കാം. നമ്മള് ഇത്ര പേരുള്ളല്ലേ മൊത്തത്തില്? അല്ല ഞാന് റേഡിയോയിലൊക്കെ ഇത്ര മെസ്സേജ് അടിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറയായിരുന്നു ആളില്ല എന്നുള്ളൊരു കാര്യം. ജോഡിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന തോന്നുന്നവര്. ആർക്കും ഹോസ്റ്റേജ് വേണ്ടല്ലേ? അവ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ പോലെ ആരും അറിയില്ല. മുച്ചിരി കണ്ട ആരറിയാനാ? ഇവ 24 മണിക്കൂർ AFK ആണ്. ഇവൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയാ വരണേ സിറ്റിയില്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും വേറെന്തോ ചെയ്ത്. ഇവൻ ഇവിടെ ഒന്നും ഇല്ല. ഇവനെയൊക്കെ തല്ലിക്കൊന്ന് പറഞ്ഞു വിടറേ ഇവനെയൊക്കെ. ബ്രോ ഓസ്ട്രേലിയ ബ്രോ പോകുമ്പോ ഈ മുച്ചിരിയും കൂടെ ഒന്ന് കൊണ്ടുപോണേ ഗ്യാങ്ങിലോട്ട്, BCCയിലോട്ട്. അവര് രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കും തോന്നുന്നു. അവര് രണ്ടുപേരും ഇവിടെ ഇല്ല. ഹലോ 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 സുഖാണോ? സുഖാണ്. ഇതാരാ? ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇതാരാ? നല്ലത്, നന്നായി വരും. ഇതാരാന്ന് പറഞ്ഞില്ല. ഹലോ ഫുഡൊക്കെ നേരത്തിന് കഴിക്കണേ. ഓക്കെ ബൈ ബൈ. $602 353 86 90. ഹലോ കുട്ടി, ഇത് ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ പേര് പറയില്ല കേട്ടോ, സീക്രട്ട് ആണ്. അയ്യോ, എന്റെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വിളിച്ച് തിരക്കുന്നേ. അപ്പൊ എക്സൈറ്റ്മെന്റ്. അല്ല എന്നെ എങ്ങനെ അറിയാം? എന്റേതോ ഏതാ ഇവിടുന്ന് എന്റെ ഫ്രണ്ട് തന്നെയാ നമ്പർ. അപ്പൊ എന്നെ അറിഞ്ഞൂടാ. എന്റെ പേരെന്താന്ന് പോലും അറിഞ്ഞൂടാ. പേരെന്തായിരുന്നു? എന്റെ പേര് പരുന്തു വാസു. കുട്ടിയുടെ പേരെന്താ? അതെയാ പറഞ്ഞിട്ടോ സീക്രട്ടാണ് ചോദിക്കല്ലേ. ഓക്കെ ഇനി ഇവിടെ വിളിച്ചാൽ ഞാൻ മുട്ടൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുവേ. ഇനി ഇവിടെ വിളിച്ചാൽ ഞാൻ മുട്ടൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുവേ കേട്ടോ. ഇപ്പഴേ പറയണേ. വേറെ ഒരാളെ നിനക്ക് മാറ്റിയെടുക്കാം. എന്താ ഇവിടെ? ഹലോ എന്താ? അപ്പം നമ്മള് മുകളിലോട്ട് നോക്കി ഇവൻ എന്താ കാണിക്കുന്നെന്ന്. നീയാണ് ഇവനെയൊക്കെ പിഴപ്പിക്കുന്നത്, മനസ്സിലായ? ഓരോരുത്തരുടെ വണ്ടി എടുത്തോണ്ട് വന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ഇനി നാളെ ഒന്നും ഇല്ലല്ലോ. നാളെ ഇല്ല.
ജോഗി എനിക്കറിയാം, ജോഗി മാത്രമല്ല ഇവിടെ ജോഗിയെ പോലെ ഇവിടെ ഒരു 13,000 പേർക്ക് എന്നെ 2 ദിവസം മിസ് ചെയ്യും. പക്ഷെ ജോഗി എനിക്ക് മിസ്സൊന്നും ചെയ്യത്തില്ല. അല്ലല്ല ജോഗി ഞാൻ പറയട്ടെ ജോഗി ഞാൻ പറയട്ടെ പ്ലീസ്. എന്നെ കോൾ വിളിക്കരുത് ജോഗി, എനിക്ക് മെസ്സേജ് അയക്കരുത്. എന്നെ മെസ്സേജ് അയച്ചിട്ട് മിസ് ചെയ്യൂടാ പെട്ടെന്ന് വാ അങ്ങനെ പറയരുത്. കാരണം ഞാനൊരു കംപ്ലീറ്റ് ഒരു ഓഫിന് വേണ്ടി പോവാ. 2 ദിവസം എനിക്ക് സമാധാനം വേണം. എനിക്ക് 2 ദിവസം സൂര്യപ്രകാശമൊക്കെ കൊള്ളണം. അതെ എനിക്ക് 2 ദിവസം സൂര്യപ്രകാശമൊക്കെ കൊള്ളണം. എല്ലാവർക്കും ഒരു ആഗ്രഹം ആ ലീഡർ പൊസിഷൻ 2 ദിവസത്തേക്ക് എനിക്ക് എന്നിട്ട് അങ്ങ് പോവാൻ. ഓക്കെ ഞാൻ ജോഗിയെ 2 ദിവസത്തേക്ക് ലീഡർ ആക്കാം. അപ്പൊ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗി ലീഡറിന് മുകളിലല്ലേ ജോഗി, പിന്നെ എന്തിനാ ലീഡർ? ഞാൻ ചുമ്മാ പിള്ളേരുടെ ആഗ്രഹം. അപ്പൊ ഞാനൊരു കാര്യം പറ്റേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ഓക്കെ പോയിട്ടോ. അപ്പൊ ശരി 2 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ എടാ നീ എന്താ റെസ്പോണ്ട് ചെയ്യാൻ ഇത്ര നേരം മുച്ചുറി? അപ്പൊ എനിക്ക് ചെവി കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? ഞാൻ കുറെ നേരം വിളിച്ചിട്ട് നീ റിപ്ലൈ പറഞ്ഞോടാ. സോറിടാ എന്റെ ഞാൻ ചെവി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാടാ. സോറിടാ സോറി. കുറച്ച് ഫുഡ് കൊടുത്ത ഞാൻ സൂര്യനാരായണ നമ്മുടെ ഫുഡ് ഞാൻ ബാൻ മേടിക്കൂലേ? ഞാൻ ബാൻ മേടിക്കൂലേ? കദ്ദാഫി എന്താണോ നിനക്ക്? നീ വെള്ളം മാത്രമല്ല കുടിക്കണം, നീ ഫുഡ് കഴിക്കും. നീ ഫുഡ് കൂടെ കഴിച്ചു. ഈ വേഷം കെട്ടൊക്കെ മറ്റേ ബി സീസൺ മണ്ടന്മാരെടുത്ത് നമ്മുടെ അടുത്തല്ല. റേഡിയോ സൈലന്റ്. ഹലോ കേക്കാവോ? കേക്കുന്നുണ്ട് ബ്രോ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. സംഭവം ഒന്നുമില്ല, ഞാൻ മറ്റേ ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. ഉള്ളിലേക്ക് വന്ന് ഒരാൾ ആദ്യം അടിച്ച് പറഞ്ഞ അറിയാണ്ട് അടിച്ചാന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് എന്നെ നോക്കി ഇന്ന് ഒരുത്തൻ പിന്നെ വന്ന് അടിച്ച്. രണ്ടാമത് നിങ്ങളെ ബാക്കിൽ ഗോകു അടിച്ചോ? ജൂഡടിച്ച്. അടിച്ചെങ്കിൽ നിന്റെ കയ്യിലിരിപ്പുണ്ടോ? പിന്നെ ആരടിച്ചു? അതന്നെ ഇത്ര രണ്ടാമത് ഇങ്ങനെ വന്ന് അടിച്ച് അടിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞു ഇനിയും അടിക്കുന്നു, ഞാനും തിരിച്ചടിക്കുന്നു. ഇത്രേ ഉള്ളൂ. തിരിച്ചടിക്കാൻ അവനെ അടിച്ചു കൊല്ലണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രായണ്ണും ഞാനും ചന്ദ്രനും കൂടെ അവിടെ പോയണ്ണ എന്നെ അടിച്ച് ചന്ദ്രനെ അടിച്ചെണ്ണ. എന്നിട്ട് പറഞ്ഞു നീ കൂടുതൽ മാസം ഇറക്കണ്ടോ? ഞാൻ എന്താ അടിക്കണ, നീ എന്താ അടിക്കണെന്ന് വെച്ചപ്പോ കൂടുതൽ മാസം ഇറക്കണ്ടോ, നീയൊക്കെ പോന്നൊക്കെ പറഞ്ഞു. മൊട്ടന്നാളല്ല എടാ നിനക്ക് നമ്മളിങ്ങനെ വിഷം വരുന്നുണ്ടാ? വിഷം വന്നിട്ടുണ്ടാ? ബാക്കി പറഞ്ഞു കഴപ്പാടാ നിന്റെ കേള്. അപ്പൊ ബ്രോ ഇപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോയെ നമ്മൾ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു പട്ടി പോലും വിളിച്ചില്ല. എന്താന്ന് അറിഞ്ഞൂടാ. അത് ഇവന്മാർക്കൊക്കെ വേണ്ടിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുമ്പോ ആലയൊക്കെ കാണിച്ചു. ഇവര് വന്ന് ഒന്നും നമ്മുടെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഞാനാണെങ്കിൽ ബ്രോയുടെ വീട്ടിൽ നമ്പർ തപ്പി പിടിച്ച് ആളെ വിളിച്ചപ്പോ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ വെച്ചോ നമുക്കിപ്പോ സമയമില്ല, നമ്മൾ വേറെ അടുത്ത് പോകാൻ അവൻ ഫോൺ വെച്ചു. നീയല്ലേ പറഞ്ഞ നിന്റെ അണ്ണന്മാര് വരും, നമ്മളങ്ങ് ഒലത്തും മറിക്കും പൊരട്ടും. ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബ്രോ? അതെന്റെ ചോദ്യം. അതെനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഇത് നമുക്ക് ഒരു റൗണ്ട് പ്രീ വാറിന് നിങ്ങളെ പിടിച്ച് തല്ലാം. അത് കഴിഞ്ഞിട്ട് വാർ ഇട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലിയിട്ട് ഇത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ടല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണന്മാർക്ക് വെച്ചു കൊടുക്കാൻ. നീ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു, നിനക്ക് നട്ടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ അണ്ണന്മാരൊക്കെ വരുമോ നോക്കട്ടെ. നിന്റെ അണ്ണന്മാര് പോയോന്ന് ഒന്നിട്ട് ആരിലിട്ട് വേണമെങ്കിൽ അണ്ണന്റെ നമ്പറൂടെ കൊടുത്തരാം. അവന്മാര് വിളിക്കുവാണെ സ്പീക്കർ ഇട്ട് ഇവരെ തന്നെ അവന്മാർ തനിക്കോണം കേൾപ്പിച്ചു കൊടുക്കാല്ലോ. അല്ല അപ്പൊ ഇവര് മനസ്സിലാവില്ല ഇവരെങ്ങനെ നല്ലൊരു ഗ്യാങ്ങിലോട്ട് ഇവിടെ കിടക്ക് ഗ്യാങ് ഉണ്ട്.
ഇവിടുന്ന് ഇറങ്ങി വേണ്ട ഇല്ല അതിന്റെ ഒരു ആവശ്യമില്ല. വേറെ വലിച്ചിട്ടല്ലേ അല്ല വലിച്ചെന്നിട്ടില്ല അവരെ കേടുന്നു കുറച്ച് കൊള്ളാന്നുള്ള ഗ്യാങ്ങിന്റെ ഒരു പറ അങ്ങനെയാണെങ്കിൽ. അല്ല കൊള്ളാന്നുള്ള ഗ്യാങ്ങല്ലേ പറഞ്ഞത്. ചീട്ടത്തിന്ന് പട്ടി തിന്നോട്ട് പോകാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. വെറുതെ കൊണടിക്കല്ലേ അവിടെ. ഇല്ല അണ്ണ സംസാരിച്ചായി. ഹലോ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരെ പുള്ളി ഒന്ന് ഇടിച്ചിട്ടായിരുന്നു. ഇടിച്ചിട്ടിട്ട് നിങ്ങൾ എന്തോ വന്ന് നമ്മളെ അടിച്ചിടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനിങ്ങ് കൊണ്ടുവന്നു. അവന്റെ വർത്താനം ശരിയല്ല. അവന്റെ ഓസ്റ്റെടുത്തിന്റെ പേരെന്തോടാ? എടാ ഇവന്റെ പേരെന്തോടാ? ഓസ്റ്റെടുത്ത് പേരെന്തോടാ നിന്റെ? കേട്ടില്ല ഗണു. ഡിമാൻഡ് എന്താ പറയുക? നമ്മുടെ ദേഹത്ത് എടുത്തിട്ട് അടിച്ചവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങൾ തിരിച്ചടിക്കും. ഫയർ സിറ്റുവേഷൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിച്ചിട്ട് കണ്ണെടുത്തപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടത്. ഗണ്ണെടുത്തോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബ്രോ. സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുണ്ടോ സിറ്റുവേഷനിൽ? ഗണ്ണെടുത്തോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ. അല്ലല്ല അത് ഞാൻ പറഞ്ഞു. അത് ഞാനും പറഞ്ഞു ബ്രോ. ബ്രോയിൽ ഞാനും ഇല്ല ബ്രോയും ഇല്ല സിറ്റുവേഷനിൽ. അപ്പൊ പിന്നെ നമുക്കത് അറിഞ്ഞൂടല്ലോ. ഗണ്ണെടുത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഗണ്ണെടുത്തില്ലെങ്കിലും മേത്ത് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഇതുപോലെ. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയില്ല. മേത്ത് ഇടിച്ചാലും കണ്ണെടുത്താലും എന്തായാലും കൊണ്ടുവരും ഹോസ്റ്റേജ് ആയിട്ട് പുള്ളി. എന്തായാലും നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട്. മുട്ടയിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. മുന്നോട്ട് പോയി എവനങ്ങ് കൊന്ന് കത്തിക്കും. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ മനസ്സിലായടാ? എന്തൊരു പഴമിഴങ്ങളാ നിങ്ങള് എല്ലാം കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു. കൂടെ ഉള്ള ഒരുത്തനല്ലടാ കൊണ്ടുപോയത്. എന്തായാലും ആണോ കണ എടാ ഇവനെ ഒന്ന് നൈസായിട്ട് ഇതാക്കിട്ട് വിട്ടാ മതി. ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് വരാം അവളെ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. 1 മിനിറ്റ് സമയം തരണേ. ഇപ്പൊ വരാവേ. ഹലോ വാസു. ഹലോ മിസ്റ്റർ വാസു. പോയാ പുറത്തേ വൈകി സത്യമല്ല. എപ്പടി ഇവളോ മാസം അടിച്ചിട്ട് നമ്മളെ റേഡിയോ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. പാവം വണ്ടിയിലെ പുറത്തിറക്കി കൊന്നു കത്തിച്ചു വിട്ടിട്ടുണ്ടേ. ഇനി കണക്ട് ഇട്ട് പറയണ. ഇനി വേണ്ട. ഇനി ഓക്കെ എനിക്ക് ടൈമായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങണം.
വന്നു വാ 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 ഗൈസ് ബർത്ത്ഡേ ഗേൾ ഈസ് ഹിയർ. എല്ലാരും നിന്നെ വിഷ് ചെയ്യുന്നുണ്ട്. Thank you so much guys. ഗൈസ് ഇവിടെ ഞങ്ങൾ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഇന്ന് വൈകുന്നേരം നമ്മളെ സെലിബ്രേഷനൊക്കെ. ഇന്ന് നമ്മുടെ സെലിബ്രേഷനൊക്കെ ബാംഗ്ലൂര്. ഞങ്ങളിപ്പോ ഇന്ന് രാത്രി ബാംഗ്ലൂർ പോവാ. ഫ്ലൈറ്റ് എത്ര മണിക്കാ നമ്മുടെ ഫ്ലൈറ്റ്? 5:15 എത്ര മണിക്ക് പോണം? ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് എയർപോർട്ട്. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് 1 മണിക്കൂർ മുമ്പ് പോകണല്ലോ, അത് ചെയ്യണമല്ലോ. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷസ്. 12,000 ബർത്ത്ഡേ വിഷസ് ഒന്നും പിന്നെ അല്ല, 13,000 ഉണ്ട് ലിറ്ററലി. 12.9K. Thank you so much guys. Thank you. എല്ലാവർക്കും താങ്ക് യു. അവൻ ഉറങ്ങിയോ? ദേവോട്ട് ഉറങ്ങിയോ? ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ആർപിയിലോട്ട് വരുന്നതാണ്. ഞാൻ റെഡിയാക്കിയോ? പാക്ക് ചെയ്തോ? ഞാൻ വരാം. ഇല്ല ഞാൻ വരാം. എനിക്ക് സമയമില്ല. ഇവിടെ വാറടക്കണം. വെയിറ്റ്. എടാ അത് അടച്ചേരെ, കഥ അടച്ചേരെ. ഹലോ, എന്തായി? അവനെ കൊന്നു എത്തിച്ചോ? ഹലോ പറ കോച്ച്. മാസ് അടിച്ചതെല്ലാം പോയി தெரியுமா? എന്താ കേട്ടില്ല? കണ്ണാപ്പി മാസ് അടിച്ചല്ലേ? ആ അതെല്ലാം നമ്പർ റേഡിയോല, அவங்க റേഡിയോல இல்ல. അല്ലല്ല അത് 2 റേഡിയോയിൽ കണക്ട് ചെയ്യാൻ പറ്റും കോച്ച്, അതറിഞ്ഞൂടാ? കണക്ട് ചെയ്യാൻ പറ്റും, ബട്ട് ആണാ ആ റേഡിയോல அவங்க സംസാരിച്ചത് കേട്ടതേ ഇല്ല. ആണോ? അതെ, നമ്പർ റേഡിയോല மட்டும் தான் സംസാരിച്ചു. ആ റേഡിയോയിലോട്ട് 2 റേഡിയോയിൽ എങ്ങനെ അറ്റ് എ ടൈം കണക്ട് ചെയ്യണം? അത് നീ റേഡിയോ എടുത്തിട്ട് റേഡിയോയുടെ പ്ലസ് ഐക്കണിൽ ഞെക്ക്, എന്നിട്ട് ഏതെങ്കിലും ഒരു റേഡിയോ കണക്ട് ചെയ്യും. എന്നിട്ട് നിന്റെ മൗസ് കൊണ്ടിട്ട് പോയി ഒരു റേഡിയോ മ്യൂട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഒരു റേഡിയോ മൗസ് അങ്ങോട്ട് കൊണ്ടുപോയാൽ റേഡിയോ ഓപ്പൺ ചെയ്തിട്ട് നീ മൗസ് അനക്കുക, നിനക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം, മ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? നൈസായിരിക്കും കപ്പിൾ ആർപി, നൈസായിരിക്കും. ആകെ കുറച്ച് സമാധാനം കിട്ടുന്നത് സിറ്റി കയറുമ്പോഴാണ്. നൈസായിരിക്കും, അതും കൂടെ കളാ. ஹனி ஜாப்னால தான் வந்துட்டு பிங்க் பிஎல். இப்ப அதனால ஹனி ஜாப தூக்கி அதனால நம்மளுக்கு இப்ப நம்மளுக்கு 8 பிஎல் தான் உண்டு. முன்னாடி മനസ്സിലായ 20 പിഎൽ വരും. അപ്പൊ ഇനി ബാക്കിയുള്ള ജോബും കൂടെ കളയാൻ പറ, അതാകുമ്പോ പിന്നെ അതും കൂടെ കുറയുമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇവന്മാര് വരുമെന്ന് കേട്ടാ. എനിക്കും തോന്നുന്നില്ല. ഇല്ല, അവര് വാറിലാണ് സത്യം പറഞ്ഞ. അവര് മറ്റേ വാറിട്ടിട്ട് മറ്റേ ഇതിന് കഴിയുമ്പോ എന്തേലും ചോദിക്കായിരിക്കും. വാറ എത്ര മണിക്കാ? മറ്റേ ഇതിട്ടുണ്ടായിരുന്നു, ഇട്ടുണ്ടായിരുന്നു മേലെ, മറ്റേ ഇത് പോയിണ്ടായിരുന്നു. നമ്മളെ ഒരു കാര്യം കേക്കാവല്ലോ. നാളെ മതിയായിരുന്നു തോന്നുന്നു. നമുക്ക് ഇപ്പൊ അവർക്ക് വാറ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിലേ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരോട് ചോദിക്കാം ഈ സിറ്റുവേഷൻ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അവരുണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നാളെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പതുക്കെ വിടാം. ആളുണ്ടോ കളിക്കാൻ? അല്ല, ഇതിപ്പോ ഇവന്മാരടുത്ത് എങ്ങനെ ചോദിക്കുന്നേ? അത് റേഡിയോ കണക്ട് റേഡിയോ ഇട്ടാ മതി. അമ്മ വാറില്ലല്ലേ, അപ്പൊ എന്തായാലും റെസ്പോണ്ട് ചെയ്യൂല. അത് നമുക്ക് പറയാൻ മനസ്സിലായോ? നമുക്കിടാം, നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അവർ റെസ്പോണ്ട് ചെയ്യാത്ത പക്ഷം നമ്മള് സിറ്റിന്ന് പോയാലും നമ്മുടെ കുറ്റമല്ലല്ലോ. ഹലോ, അതെ ആരാ? എന്റെ പേര് കണ്ണൻ ശ്രാങ്ക്. പറഞ്ഞോ കണ്ണൻ ശ്രാങ്ക്. എന്റെ മകളിലാണ് ദർശനെ. നമസ്കാരം. എനിക്ക് നിങ്ങളൊന്ന് കാണണമായിരുന്നു. ദർശനയ്ക്ക് അച്ഛനില്ലെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ അവളെ തേടി വന്ന് അവളെ കണ്ടെത്തി. അമ്പത്തൂർ സിംഗാണ് എനിക്ക് എന്റെ മകളെ കണ്ടെത്തി തന്നത്. ഞാൻ നിങ്ങളെ പറ്റി അന്വേഷിച്ചപ്പോ എല്ലാവർക്കും നിങ്ങളെ പറ്റി നല്ല മതിപ്പ് ഇവിടെയുള്ള. ഞാൻ ദർശനയുടെ അടുത്ത് ഈ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് വന്ന് മീറ്റ് ചെയ്തപ്പോ, ഇന്നാണെങ്കിൽ ഞാനൊരു ഗ്യാങ്ങിന്റെ പരിപാടിയിൽ നിൽക്കുമായിരുന്നു. ഞാനിവിടെ. ഓക്കെ. ആരൊക്കെയാണ് വരണ സിറ്റിയില്? എനിക്ക് മനസ്സിലാവണ
കണച്ചിടണം BCZ. കണ്ടിട്ട് ചോദിക്കാൻ അടി ഞാൻ മറ്റേ അങ്ങനെ ചെയ്ത അമ്മ പറയേ ഓ ഇല്ലാന്ന് പറയും ചിലപ്പം കേട്ടാ. നമുക്കിത് അങ്ങോട്ട് മുട്ടി നിൽക്കുന്ന പോലെ ആയിരിക്കും. പോരാ RP വൈബ് അത്ര പോരാന്ന്. ഇവിടെ RP എല്ലാം ബ്രോ ചെയ്യുന്നത്. ഇപ്പൊ RP അല്ല ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗ്യാങ് സിറ്റുവേഷൻ. കമ്മ്യൂണിക്കേഷൻ RP അല്ലല്ലോ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ. ഇന്ന് കാണാൻ നിൽക്കണേ. എല്ലാരും കേറണം 85. ഞാനും കേറണം. ചുമ്മാ കയറിയേക്ക് വെറുതെ 85 അല്ലേ? ഹലോ എന്താണോ നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളോ? ഹലോ പോടാ അവിടുന്ന്. കൃഷ്ണൻകുട്ടി ആരാ അടിച്ച്? എന്താടാ എന്താ നിനക്കൊക്കെ? ഫേസ് മൊത്തം മറച്ചേ കോച്ച്. അടിച്ചാലെന്ന് ആരും വരത്തിനെ ചോദിക്കാൻ നിങ്ങൾ വെക്കാം. എടാ ഇമ്മടുത്ത് കണക്ട് ഒന്ന് വല്ല ക്വസ്റ്റ്യൻ മാർക്ക് BCZ വല്ല ഇട്ടേടാ. BCZ ഫുൾ ഫോം എന്താ എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. പിന്നെ ഒരാളും അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ്. അൺവാണ്ടഡ് സിറ്റുവേഷൻ അല്ല ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അലീന ആണെങ്കിലും ബാക്കി ഇവരെല്ലാവരും ആണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതിന്റെ സിറ്റുവേഷനിൽ കോച്ചിനോടും കൊണ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സിറ്റുവേഷൻ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അല്ലാത്ത രീതിയിൽ സിറ്റുവേഷൻ എടുക്കണേ. ഇവർക്കൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കൺസേൺ ഉള്ള ഗ്യാങ് ആണെങ്കിൽ അലീന അടക്കം എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് സംസാരിച്ച് ഇതാക്കുമ്പം അത് ബാഡാക്കുമ്പോൾ അത് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇതൊരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ ഒന്നും അല്ല. എടാ ഇവര് വരൂല്ലടാ സംസാരിക്കാൻ. ഹലോ കൃഷ്ണൻകുട്ടി എടുത്തോണ്ടാന്ന് പ്രശ്നം. ഗജരാജ മുത്തിനെയൊക്കെ ആയിരുന്നെങ്കിൽ അമ്മമാര് വാർ ഡിക്ലെയർ ചെയ്തല്ലോ. വാറിന്റെ VNV വെള്ളം കുടിക്കട്ടെ. റെസ്പോണ്ട് ചെയ്യേണ്ട എന്തോ ഇതില്ലേ, അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. ഇതെന്താടാ കറക്റ്റ് എല്ലാം കൂടെ ഇങ്ങനെ വന്നല്ലോ. ഇവന്മാര് റെസ്പോണ്ട് പോലും ചെയ്യൂലേ. ഹലോ പറയടാ. ഞാൻ അണ്ണന്റെ സാധനം തരാം. എന്ത് അത് യൂസ് കൊടുത്ത് ഞാൻ വിഷയം യൂസ് ചെയ്തേ. അയ്യേ സ്കേറ്റ് ബോർഡ് ഒക്കെ ഓൾറെഡി എൻ്റെ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. അതാരും എടുത്തോണ്ട് പോയി പറയുന്നു. ഇല്ല അതെ ഇവിടെ കിടക്കുന്നത് എന്റെ സാധാ സ്കേറ്റ് ബോർഡ് അല്ല അണ്ണൻ യൂസ് ചെയ്തേ. അത് അണ്ണന്റെ സ്കേറ്റ് ബോർഡാ. എന്റെ യൂസ് ഇത് നിന്റെ അല്ല അണ്ണന്റെ. അത് എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഊഹം വന്ന്. അത് എടുത്തിട്ട് അത് തന്നെയാണല്ലോ വരുന്നത്. അങ്ങനൊക്കെ ഉണ്ടോ? അത് എടുക്കണോ അണ്ണന്റെ സ്കേറ്റ് ബോർഡാണ് അണ്ണൻ വീണ്ടും യൂസ് ചെയ്തത്. ഈ സ്കേറ്റ് ബോർഡ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്.
എന്റെ ഞാൻ നോക്കട്ടെ. അത് നീ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയേ. ഞാൻ വെച്ചല്ലോ അണ്ണ. എനിക്ക് വരുന്നില്ല അത്. ഓ അത് എനിക്കേ വരത്തുള്ളല്ലേ. ഞാൻ അണ്ണനെ ഈ കോലത്തിൽ നിന്ന് കാണാനായിട്ട് ചെയ്താണ്. ഷമീർ ഫ്രീ ആയോന്ന്. അയ്യോ ഞാന് എടാ നിങ്ങൾ ഇവന്മാരെ സംസാരിക്കാൻ വരുവാണെങ്കിൽ സിറ്റുവേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എടുക്കുക. ഞാൻ വരാവേ. ഞാൻ ഒന്ന് തലച്ച് നിർത്തിയിട്ട് വരാം. കേസ് എനിക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്നൊരു ഷോർട്ട് സ്ട്രീം എന്നുള്ള രീതിയിൽ വന്നതാണ്. ഞാൻ ബാംഗ്ലൂർ പോവാ. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്. 1 മണിക്കൂറുണ്ട് ഇവിടുന്ന് എയർപോർട്ട്. 2 ദിവസം ഞാൻ ഉണ്ടാവില്ല. മിസ് ചെയ്യും എനിക്കറിയാം. എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് എത്തും. വെറും 2 ദിവസത്തെ കാര്യം. 3-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് ലൈവ് വരുന്നതായിരിക്കും. ഹലോ ഫ്രീ ആയോ? ഷമീറെ ഓസിയാണ്. തോന്നുന്നല്ലേ? അല്ല ഓസിയാണ്. ശരി. പറഞ്ഞോ. ഞാനിവിടെ ബാംഗ്ലൂർ വരെ പോവാ. വൈഫിന്റെ ബർത്ത്ഡേ. പിന്നെ എനിക്ക് ബാംഗ്ലൂർ പരിപാടി ഉണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഫ്ലൈറ്റ്. അപ്പൊ ഞാൻ ഇന്ന് ഇറങ്ങുവാ. ഹാപ്പി ജേണി. ഓക്കെ വന്നിട്ട് സംസാരിക്കാം. മതി. ശരി ബൈ. ഓക്കെ ശരി. എടാ എല്ലാരും ഇറങ്ങി പോവല്ലേടാ. ഇവന്മാരുടെ അടുത്ത് നോക്കിട്ട് വെക്കാം. ഞാനിത് എൻഡ് ചെയ്തിട്ട് വരാവേ. എന്തോ കേട്ടില്ല. ഓക്കെ എടാ ഇവന്മാരുടെ വാർപ്പ് പടയുന്ന തീരുമോ നോക്ക്. തീരുവാണെങ്കിൽ സിറ്റുവേഷൻ എടുക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഓക്കെ സോ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഞാൻ 2 ദിവസം ഉണ്ടാവില്ല. മറ്റന്നാൾ തൊട്ട് വരാം. എലിയുടെ അവിടെ കിരൺ ചേട്ടന്റെ PC എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കീബോർഡും ഇതെല്ലാം സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ലൈവ് വരും. ഞാൻ 2-3 ദിവസം ഞാൻ ബാംഗ്ലൂർ ആയിരിക്കും. ബാംഗ്ലൂരിന് സ്ട്രീം എന്തായാലും പറഞ്ഞില്ല മുടക്കത്തില്ല. ഞാൻ അവിടെ നിന്ന്